പരിശുദ്ധാത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ നിറയണമേ എന്നിൽ നിറയണമേ ആത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ നിറയണമേ എന്നിൽ നിറയണമേ ജീവജലത്തിൻ അരുവിയാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ ജീവജലത്തിൻ അരുവിയാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ സ്നേഹാഗ്നിജ്വാലയ എന്നിൽ കത്തിപ്പടരണമേ സ്നേഹാഗ്നിജ്വാലയ എന്നിൽ കത്തിപ്പടരണമേ ആത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ ദൈവത്തിൻ ഓമനക്കുട്ടൻ ഞാൻ ദൈവജനം ദൈവവരൻ ഞാൻ ദൈവത്തിൻ ഓമനക്കുട്ടൻ ഞാൻ പരിശുദ്ധാത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ സുഖനായി മാറി ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം പാവിയം ഞാൻ ദൈവ സുഖനായി മാറി പിതാവെന്നോടുകൂടി പുത്രനെന്നോടുകൂടി സ്വർഗരാജ്യം തന്നെ പിതാവെന്നോടുകൂടി പുത്രനെന്നോടുകൂടി സ്വർഗരാജ്യം തന്നെ ആത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ ജീവജലത്തിൽ അരുവിയായ നിറഞ്ഞുക വിഞ്ഞൊഴുകണമേ സ്നേഹാഗ്നിജ്വാലയ എന്നിൽ കത്തിപ്പടരണമേ സ്നേഹാഗ്നിജ്വാലയ എന്നിൽ കത്തിപ്പടരണമേ ജീവജലത്തിൻ അരുവിയായ നിറഞ്ഞുക വിഞ്ഞൊഴുകണമേ ജീവജലത്തിൻ
നൽകിയ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ സ്നേഹാഭിജാല എന്നിൽ കത്തി പടരണമേ സ്നേഹാഭിജാല എന്നിൽ കത്തി പടരണമേ ജീവജലത്തിൻ നൽകിയ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ ജീവജലത്തിൻ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ സ്നേഹാഭിജാല എന്നിൽ കത്തി പടരണമേ ശബ്ദം പടരണമേ ജീവജലത്തിൻ നൽകിയ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ ജീവജലത്തിൻ നൽകിയ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ സ്നേഹാഭിജാല എന്നിൽ കത്തി പടരണമേ സ്നേഹാഭിജാല എന്നിൽ കത്തി പടരണമേ ജീവജലത്തിൻ നൽകിയ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ ജീവജലത്തിൻ നൽകിയ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ സ്നേഹാഭിജാല എന്നിൽ കത്തി പടരണമേ സ്നേഹാഭിജാല എന്നിൽ കത്തി പടരണമേ ജീവജലത്തിൻ നൽകിയ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ ജീവജലത്തിൻ നൽകിയ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ സ്നേഹാഭിജാല എന്നിൽ കത്തി പടരണമേ സ്നേഹാഭിജാല എന്നിൽ കത്തി പടരണമേ ജീവജലത്തിൻ നൽകിയ ജീവജലത്തിൻ നൽകിയ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ ദൈവസ്നേഹം ചൊരിയണമേ ദൈവസ്നേഹം ചൊരിയണമേ ദൈവസ്നേഹം ചൊരിയണമേ ദൈവസ്നേഹം ചൊരിയണമേ എന്നിൽ വാഴും ആത്മാവ് എന്നിൽ കത്തി പടരണമേ എന്നിൽ വാഴും ആത്മാവ് എന്നിൽ കത്തി പടരണമേ എന്നിൽ മനസ്സിൽ പടരണമേ അബോധ മനസ്സിൽ പടരണമേ അബോധ മനസ്സിൽ പടരണമേ അബോധ മനസ്സിൽ പടരണമേ സുബോധ മനസ്സിൽ പടരണമേ അബോധ മനസ്സിൽ പടരണമേ സുബോധ മനസ്സിൽ പടരണമേ സുബോധ മനസ്സിൽ പടരണമേ സുബോധ മനസ്സിൽ പടരണമേ ഇന്ദ്രിയങ്ങളിൽ പടരണമേ ചിന്തകളിൽ പടരണമേ ഭാവനയിൽ പടരണമേ ചിന്തകളിൽ ഭാവനയിൽ പടരണമേ ഹല്ലേലൂയ 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 ഇരിക്കാം, നമുക്കിരിക്കാം. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായത്തിലാണ് പത്രോസിനെ വലിയ മീൻപിടുത്തവും ഇതെല്ലാം കേട്ടോ. ആഴത്തിലേക്ക് നീക്കി വലയെറിയുക 5-ാം അധ്യായത്തിൽ. അതിൻ്റെ അവസാനം പറഞ്ഞൊരു ഭാഗം ഈ പുതിയ വീര്യം പഴയ തോൽക്കുടവുമാണ്. അതിൽ പറയുകയാണ് 38 37
ആരും അല്ലെങ്കിൽ 36 മുതൽ അവരവരോട് ഒരു ഉപമ പറഞ്ഞു. ആരും പുതിയ വസ്ത്രത്തിൽ നിന്ന് ഒരു കഷ്ണം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർക്കാറില്ല. എന്തോ ഒരു മനോഹരമാണത്. നിങ്ങളൊരു പുതിയ സാരി മേടിച്ചു, നിങ്ങളുടെ പഴയ സാരി കീറിയിരിക്കുകയാണ്. അപ്പോൾ ആ കീറിയ സാരിയെ തുന്നിക്കൂട്ടാൻ ഈ പുതിയ സാരിയിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ച് അതിന്മേൽ വയ്ക്കുമോ? ആരും ചെയ്യാറില്ല. പക്ഷെ നമ്മൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ആ ഫരിസേയരോടാണ് ഈ പറയണത്. ഫരിസേയ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ പുതിയ വീഞ്ഞ് വന്നിട്ടും പുതിയ നീതി വന്നിട്ടും ആ പുതിയ നീതി ഉപയോഗിക്കാതെ ആ പഴയതിൽ തന്നെ കടിച്ചു കിടക്കുകയാണ്. എന്നിട്ട് അതിനെ റിപ്പയർ ചെയ്ത് എടുക്കാണ്. അതൊക്കെ മാറ്റ്, പുതിയത് എടുക്ക്. ഇത് നമുക്ക് പറ്റുന്നില്ല, അതവിടെ ഇരിക്കട്ടെ, പുതിയത് ഇവിടെ ഇരിക്കട്ടെ, ഞാൻ ഈ പഴയത് തുന്നി നഷ്ടമാണ്. ഇതിനുള്ള ചില അമ്മമാരെ കണ്ടിട്ടില്ലേ? നമ്മൾ അങ്ങനത്തെ ഒരു അമ്മമ്മയാണെന്നാണ് പറയണത്. ചെറുപ്പക്കാരൻ പറയും, മമ്മി അതങ്ങ് മാറ്റ്, പുതിയത് വന്നില്ല, ഇനി എന്തിനാ മമ്മി അത് പിടിച്ചോണ്ടിരിക്കണേ? അതല്ല ഇവിടെ, ഇത് എൻ്റെ അമ്മാമ്മയുടെ കാലം മുതൽ ഞാൻ കൊടുക്കണ സാരിയാണ്. ഈശോയുടെ ഉപമകളെ എന്തോരെ ഒന്ന് വായിച്ചല്ല അവര്. ഒരു ഉപമ, ആരും കണ്ടോ, ആരും പുതിയ വസ്ത്രത്തിൽ നിന്ന് കഷ്ണം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വസ്ത്രം കീറുന്നു എന്ന് മാത്രമല്ല, പുതിയ കഷ്ണം പഴയതിനോട് ചേരാതെ വരികയും ചെയ്യുന്നു. അപ്പൊ ഇത് ഉപമയാണ്. പഴയ നിയമവും പുതിയ നിയമവും കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഫരിസേയരുടെ അവസ്ഥയാണ്. എന്നിട്ട് വീണ്ടും മറ്റൊരു ഉദാഹരണം, ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ച് വെക്കാറില്ല. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ എന്താണ് തോൽക്കുടം? പുതിയ വീഞ്ഞ് എന്താണ്? പുതിയ വീഞ്ഞിൽ ത്രിവിധ അഭിഷേകമാണ്. പഴയ വീഞ്ഞിൽ 2 അഭിഷേകമേ ഉള്ളൂ. പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടത്തിൽ ഒഴിച്ചു വെച്ചാൽ തോൽക്കുടം പൊട്ടും. ഇല്ല, ലൈവ് ഇല്ല, ഇന്റർനെറ്റ് ഇല്ല, ഇന്റർനെറ്റ് ഇന്ന് വർക്ക് ചെയ്യണില്ല. എന്ത് ചെയ്യാം? ഓക്കെ. ആരും എല്ലാവരും പുതിയ വീഞ്ഞ് 37 ശരിക്കും മനസ്സിലായിക്കോട്ടോ. ഇതൊക്കെ നമ്മൾ ഒരുപാട് വായിച്ചു പോന്നിട്ടുള്ളതാണ്. അതാണ് പൗലോസ്ലീഹ പറയുന്നത്, ഓരോ സാപത്തിലും നിങ്ങൾ വായിക്കുന്ന വിശുദ്ധ ലിഖിതങ്ങളെ മനസ്സിലാക്കാതെ നിങ്ങൾ ജീവന്റെ നാഥനെ കുരിശിൽ തറച്ചു. ഇതൊക്കെ അവർ വായിക്കാറുള്ള വചനങ്ങളാണെങ്കിലും അതവർ മനസ്സിലാക്കില്ല. നമ്മളും ക്ഷമിക്കണം, ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഫരിസേയനാണ്. ക്ഷമിക്കണം കേട്ടോ, ഞാനിതെല്ലാം പറയുന്നത് നമ്മൾ പുതിയ വീഞ്ഞ് പുതിയ അഭിഷേകം ആകാൻ വേണ്ടിയിട്ടാണ്. അഭിഷേകം തന്നെ, അഭിഷേകം പറയുന്നത് തൊള്ളെടുത്ത് തൂച്ചോണ്ടൊന്നും കാര്യമില്ല. എന്താണ് അഭിഷേകം? മോശയിൽ നിറഞ്ഞ പോലെ, ഏലിയായിൽ നിറഞ്ഞ പോലെ, ദാനിയേലിൽ നിറഞ്ഞ പോലെ അഭിഷേകം തന്നെ നിറയ്ക്കണമേ. ഞാൻ ചോദിച്ചേ, അത്രയും മതിയോ? പിന്നെ ദാനിയേലിൽ നിറഞ്ഞ അഭിഷേകം, മോശയിൽ നിറഞ്ഞ അഭിഷേകം ഉണ്ടെങ്കിൽ പിന്നെ ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ? എന്നാൽ നിനക്കറിയണോ, നിന്നിൽ ക്രിസ്തുവിലുള്ള അഭിഷേകത്തിലാണ് നീ സ്നാനം സ്വീകരിച്ചേക്കുന്നത്. നിനക്കെന്ത് വേണം? ബിരിയാണി വേണോ, കഞ്ഞി വേണോ? ബിരിയാണി ഇവിടെ ഇരിക്കുന്നുണ്ട്, അതവിടെ വെച്ചുകൊണ്ട് എനിക്ക് കഞ്ഞി മനുഷ്യന് പറഞ്ഞ് കഞ്ഞിയും കുടിച്ചിങ്ങനെ ജീവിക്കുകയാണ് നമ്മൾ. അതാണ് പൗലോസ്ലീഹ പറയണത്. ഇപ്പോഴും നിങ്ങൾ പാല് കുടിച്ച് നടക്കുകയാണെങ്കിൽ
എന്തോ നിങ്ങളോട് എനിക്ക് ഭയങ്കര സ്നേഹം തോന്നി. ഇതുകൊണ്ടാണ് കുറച്ച് പേര് ധ്യാനിക്കാൻ വന്നുള്ള ഗുണം. വളർന്നവരും വളർച്ച ആഗ്രഹിക്കുന്നവരുമാണെങ്കിൽ ഇപ്പം രാവിലത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു ഇല്ലേ? ഇതുപോലൊരു ക്ലാസ് നിങ്ങൾ കൂടിയിട്ടുണ്ടോ? ഞാനിതൊന്നും പറയാൻ വേണ്ടി വന്നതല്ല താനും. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് അത്ര ബഹുമൂല്യമായ ഒരു നിധിയാണ്. അത് തുടരുകയാണ് ഇവിടെ. അതിൻ്റെ അവസാന ഭാഗം കേട്ടാൽ, ഞാനത് പറഞ്ഞുവെങ്കിലും അത് സ്ട്രൈക്ക് ചെയ്തില്ല കേട്ടോട്ടോ. ഈ പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിൽ, പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ച് വെക്കാറില്ല. അത് ഇസ്രായേലിലെ ചട്ടമാണ്. പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങൾ അങ്ങനെ ചെയ്താൽ പുതിയ വീഞ്ഞ് തോൽക്കുടം ഭേദിച്ച് എന്ന് പറഞ്ഞാൽ തോൽക്കുടം പൊട്ടിക്കും. പൊട്ടിച്ചു കഴിഞ്ഞാൽ തോൽക്കുടം പോകും, വീഞ്ഞും പോകും. 38 പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വെക്കേണ്ടത്. ആ പുതിയ തോൽക്കുടം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര വിമോചനാത്മകമായ നീതി അനുഭവിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ, യേശുവിൻ്റെ വചനവും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു പുതിയ സൃഷ്ടിയായിരിക്കുന്ന അവസ്ഥയാണ് ആ പുതിയ തോൽക്കുടം. അതിൽ ഈശോയുടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ത്രിവിധ അഭിഷേകം നിറയ്ക്കാൻ പറ്റും. അഭിഷേകം നിറയണേന്ന് പ്രാർത്ഥിച്ചത് കൊണ്ട് ഒരിക്കൽ ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവൾ ഭയങ്കര ശുശ്രൂഷ നടത്തുന്നവളാണ്. മജുകൊരിയയിലെ എല്ലാ ദിവസവും 5:30 മണിക്ക് ഇവിടെ 3 ഫോണുണ്ട്. ഇതേമാതിരി 3 ഫോണും പിടിച്ചുകൊണ്ട് ഇവള് മല കയറും. 3 ചാനലാണ്. എല്ലാ ദിവസവും 5:30 എല്ലാ ദിവസവും മല കയറിയിട്ട് ഈ 3 ഫോണിലൂടെയും കൊന്ത നമസ്കാരം പ്രാർത്ഥിച്ച് മല കയറി 3 ചാനൽ, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക്, ഈ 3 ചാനലിലും 1,50,000-ഓളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവർക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ ഈ ശുശ്രൂഷയുമായിട്ട് ഐക്യപ്പെട്ടപ്പോൾ അവൾ എനിക്കുണ്ടെന്ന് പ്രാർത്ഥിച്ചു. എന്താ എൻ്റെ പ്രശ്നം? പ്രാർത്ഥിച്ചപ്പോൾ കാണിച്ചു തരുന്നത് കർത്താവിൻ്റെ അഭിഷേകം ഭയങ്കരമായിട്ടുണ്ട്. പക്ഷെ ഇവള് ആ അഭിഷേകം മേടിക്കാൻ വന്നേക്കണത് ഒരു ചെറിയ കോപ്പയും കൊണ്ടാണ്. തൃക്കോണമുള്ളൊരു ഗ്ലാസ്, അതിൽ നിറച്ച് കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ പ്രശ്നം. കർത്താവ് അപ്പം ഞാൻ എന്ത് ചെയ്യണം? അപ്പം ആദ്യം നീ ചെയ്യേണ്ടത് നിനക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കണം. നിന്റെ കപ്പ് നിറയണം. പക്ഷെ ഞാൻ 5:30 ഇങ്ങനെ ഇതിന് വേണ്ടി പോകണ്ടേ? അത് പോയിക്കോ. അങ്ങനെയാണെങ്കിൽ നീ 3 മണിക്ക് എനിക്കിരുന്ന് പ്രാർത്ഥിക്കണം. 3 മണിക്കോ? അതിന് നേരത്തെ കിടന്ന് ഉറങ്ങണം. എനിവേ ഇപ്പം അവൾ ഇതൊക്കെ ചെയ്യണ്ട്. അവളങ്ങ് ഒരു തീ പന്തമായിട്ട് മാറിയിരിക്കുകയാണ്. എല്ലാവരും ചോദിക്കാൻ നിനക്ക് എങ്ങനെ ഈ മാറ്റം ഉണ്ടായി? ഇപ്പം അവൾ നമ്മുടെ പേഴ്സണൽ പേരൻ്റെ ഒരു പ്രവാചകയാണ്. വ്യക്തിപരമായ പ്രാർത്ഥന, പുതിയ നിയമം, പുതുവീഞ്ഞ്. ഞാൻ തന്നെ നിറയാണ്ട് ഒരു കാര്യം നടക്കില്ല. ഞാൻ ഇതുപോലെ ഒരു സുവിശേഷ പ്രവർത്തകരെ കണ്ടിട്ടില്ല. നമ്മൾ വർഷത്തിലൊരിക്കൽ മെജുകൂടിയെ പോവായിരിക്കും. ഞാൻ അവിടെ എപ്പോഴും പോണതാണ്. എനിക്കങ്ങനെ എല്ലാ ദിവസവും മല കയറാൻ പറ്റുമോ? ഇവിടെ ഓടി കയറണ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചോ. ഈ മാനല്ല വെറുതെ കാട്ടാടുന്നില്ല, ആട്, അതുപോലെ ഓടണം. 3 ഫോണും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിലൂടെ എല്ലാം പ്രാർത്ഥന, പല ഭാഷകളിൽ. സ്റ്റുഡിയോ, നമ്മളിവിടെ സ്റ്റുഡിയോ ഉണ്ടാക്കാണ്. വലിയ മീഡിയ ഇവാഞ്ചലൈസേഷനും സ്റ്റുഡിയോ, എയർ കണ്ടീഷനൊക്കെ ഉണ്ടാക്കി അവിടെ ഇരിക്കുകയാണ്. വല്ലതും നടക്കണുണ്ടോ അതിനകത്ത്? ഇവിടെ ഇതൊന്നുമില്ലാത്ത ഒരു പെണ്ണ്, അവളുടെ സ്റ്റുഡിയോ എന്താണ്? ഈ മല മുഴുവനും സ്റ്റുഡിയോ ആണ്. മെജുഗോറിയയുടെ മല മുഴുവനും അവളുടെ സ്റ്റുഡിയോ ആണ്. ഈ IT എവിടെ നിന്ന് കിട്ടി?
ആരുടെയെങ്കിലും പെർമിഷൻ വേണോ മെച്ചൂരിയുടെ മലയിൽ കയറണതിന്? നമ്മളിവിടെ പെർമിഷൻ അപ്രൂവൽ എന്ന് പറഞ്ഞ് നടക്കാണ്. 1,50,000 സബ്സ്ക്രൈബേഴ്സ്, 3 ഭാഷകൾ. അപ്പൊ കർത്താവ് നമ്മളുമായിട്ട് അവളെ ഐക്യപ്പെടുത്തിയതോടെ അവളുടെ പ്രാർത്ഥനാ ലൈഫ് മാറി, ഡെലിവറൻസ് നടക്കണു, രോഗശാന്തി നടക്കണു, ഭയങ്കര അഭിഷേകം ഈ ചാനലിലൂടെ നടക്കണം. 3 ചാനൽ. നമ്മൾ ഓരോരുത്തരിലേക്കും ഉള്ള വരം എന്താണെന്ന് മനസ്സിലാകണം. അവള് കുറെ നാൾ മുമ്പ് വേറൊരവസ്ഥയായിരുന്നു, അത് പറയണ്ട. അത് പഴയ തോൽക്കുടം, പഴയ വീഞ്ഞ്, അതെല്ലാം പോയി. ഇപ്പോ പുതിയ വീഞ്ഞ്, പുതിയ തോൽക്കുടം. എനിക്ക് അവളോട് ഭയങ്കര ബഹുമാനമാണ്. കാരണം മല കയറണത് എല്ലാ ദിവസവും വെളുപ്പിന് 5:30 മണിക്ക് മല കയറണം. ആ കയറുന്ന സമയത്തൊക്കെ ഇവിടെ പ്രാർത്ഥിക്കണോ, കൊന്ത ചെല്ലണോ, നമസ്കരിക്കണോ. അത് ലോകം മുഴുവനും ചാനലിൽ പോകുന്നു, അവർ ഇൻറ്ററാക്ട് ചെയ്യണോ. അതാണ് എവാഞ്ചലൈസേഷൻ മീഡിയ. അതിൽ രോഗശാന്തി സന്ദേശം കിട്ടണോ, ഡെലിവറൻസ് നടത്തണം. അതൊക്കെ ഇപ്പം ഈ വരങ്ങൾ ആക്റ്റീവായപ്പോൾ അവൾക്ക് സംഭവിക്കണോ. മനസ്സിലായ? ഒരു സിംഗിൾ പേഴ്സൺ. അപ്പം എന്താണ് അതിൻ്റെ കാരണം? പുതിയ വീഞ്ഞ് പുതിയ തോൾക്കുടങ്ങളിലാണ് ഒഴിച്ചു വെക്കേണ്ടത്. ഇനി ഞാൻ ഈ പറയാനൊക്കെ വന്നത് അടുത്ത വചനമാണ്, 39. അതൊന്ന് ശ്രദ്ധിച്ച് വായിച്ചേ. പഴയ വീഞ്ഞ് കുടിച്ച ഒരുവനും പുതിയത് ഇഷ്ടപ്പെടുകയില്ല, പഴയതാണ് മെച്ചമെന്നല്ലേ പറയുള്ളൂ. മനസ്സിലാവണില്ലേ? ഇപ്പം എല്ലാവർക്കും മനസ്സിലാവണില്ലേ? ഒരു മിന്നൽ പോലെ വരുന്നില്ലേ? ഓരോരുത്തരെ ഒന്ന് കേട്ടെ. ഓരോ വചന പ്രഘോഷകരെ കുറിച്ചൊന്ന് ചിന്തിച്ച്, ഏത് വീഞ്ഞ അവർ കുടിച്ചേക്കണത്, ഏത് വീഞ്ഞ അവർ പ്രഘോഷിക്കണേ? എന്തുകൊണ്ടാണ് പഴയ വീഞ്ഞ് കുടിക്കുക? ഇത് നമ്മുടെ ചേട്ടന്മാർക്ക് ശരിക്കും അറിയില്ലേ? നമ്മൾ ഇത്തിരി വാട്ടീസ് അടിക്കണ ആൾക്കാരാണെങ്കിലേ, നമ്മൾ പണ്ടൊരു വാട്ടീസ് അടിച്ച് ചേർന്ന് കാലഘട്ടം ഉണ്ടായല്ലോ. എനിക്ക് അത് സ്ട്രോങ് സാധനം വേണം, ഇതൊന്നും ശരിയാവില്ല. അങ്ങനത്തെ ആ പഴയത് കുടിച്ച് പരിചയമുള്ളവർക്ക് അത് പറ്റുള്ളൂ. ഞാനൊക്കെ ശിവാശ്രീകൾ ഹോട്ടലിൽ കിട്ടാൻ വേണ്ടി രാത്രിയിൽ വണ്ടിയെടുത്ത് ബോംബെ മുഴുവനും ചുറ്റി ഇറന്നിട്ടുള്ളതാണ്. ആ ബ്രാൻഡ് കിട്ടാൻ വേണ്ടി. എനിക്ക് വേറെ ഒന്നും കുടിച്ചിട്ടേക്ക് അവിടില്ല. എന്നാലേ ഇതാണ് പുതിയ വീഞ്ഞിലേക്ക് വന്നാൽ ഒറ്റ നിമിഷം കൊണ്ട് കർത്താവ് അതെല്ലാം മാറ്റി. ഒറ്റ ബോധ്യം, നിന്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. നിന്നിൽ പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവ് എന്നിലുണ്ടോ? എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമോ? എനിക്കറിയില്ല എന്ത് സംഭവിച്ചത്. അന്ന് മുതൽ എനിക്ക് കുടിക്കാനും പറ്റുന്നില്ല, വലിക്കാനും പറ്റുന്നില്ല. 30 സിഗരറ്റ് വലിച്ചിരുന്ന ആളാണ് ഞാൻ. 30 സിഗരറ്റ്. എന്തു പറ്റി? എനിക്ക് പറ്റണില്ല. എന്തു പറ്റി? ഫോർമാറ്റ് ചെയ്തു. എൻ്റെ അവസ്ഥയെ കംപ്ലീറ്റ് കർത്താവ് മാറ്റി, പരിശുദ്ധാത്മാവ് മാറ്റി. അതാണ് പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടത്തിൽ നിറച്ചു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പൂർണ്ണത. പഴയ വീഞ്ഞ് കുടിച്ച് പരിചയമുള്ളവൻ പറയും അതേ മതി. ഞാൻ നമ്മുടെ തന്നെ പല അച്ഛന്മാരും എൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അവസാനം ഞാൻ ഈ പുതിയ വീഞ്ഞിനെ കുറിച്ചൊക്കെ പഠിപ്പിച്ചു, ദൈവനീതിയെക്കുറിച്ചൊക്കെ പഠിപ്പിച്ച് ഇങ്ങനെ പറയണം. പക്ഷെ സ്റ്റേജിൽ കയറി കഴിയുമ്പോൾ അവർ പറഞ്ഞു തുടങ്ങുന്നത് ആ ലോകം മുഴുവനും പഴയത് മുഴുവനും പറഞ്ഞിട്ട് അവസാനം വന്നിട്ടേ ഇത്രയും പറയാൻ പറ്റുള്ളൂ. പറ്റണില്ല. എന്തുകൊണ്ടാ? പഴയ വീഞ്ഞ് കുടിച്ചവന് അതേ ഇഷ്ടമുള്ളൂ, അതേ വരുള്ളൂ. ദൈവാധീനത്തിന് ഞാൻ ഒരു ധ്യാന കേന്ദ്രങ്ങളിലും ധ്യാനം കൂടിയിട്ടില്ല. ട്രെയിനിൽ യാത്ര ചെയ്യണ നേരത്ത് പരിശുദ്ധാത്മാവ് നേരിട്ട് എന്നെ അഭിഷേകം ചെയ്തു.
പൗലോസ്ലീഹയുടെ ലേഖനങ്ങളാണ് ഞാൻ കുടിച്ചേക്കണ പുതിയ വീഞ്ഞ്. അതുകൊണ്ട് സഭയുടെ പ്രബോധനവും പൗലോ മാർപ്പാപ്പന്മാരുടെ പ്രബോധനം ഇതെല്ലാം അരച്ച് കലക്കി എൻ്റെ അകത്തങ്ങ് ആക്കി. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സ്വാതന്ത്ര്യമാണ്. പുതിയ വീഞ്ഞിൻ്റെ ലഹരിയിലാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. ഈ രാവിലത്തെ ഇനി ഞാനിപ്പോൾ കുറേ നേരമായില്ലേ വചനം പ്രഘോഷിക്കണേ. ഇനി ഞാൻ നിർത്താം, നിങ്ങൾക്ക് അവസരം തരാം. എന്ത് വേണം, ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണോ? അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനുള്ളത് ഇന്നലത്തെ ഗ്രൂപ്പിൻ്റെ റിപ്പോർട്ടിംഗ് ചെയ്യാം ഒന്ന്. അതുകൂടാതെ ഇന്നത്തെ രാവിലത്തെ, അല്ലെങ്കിൽ ആദ്യം നിങ്ങൾ ഇതൊന്ന് പറയും, ഇന്നത്തെ രാവിലത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയ കാര്യം കിട്ടിയോ? ഒരു 2-3 പേര് വന്ന് അതൊന്ന് പ്രഖ്യാപിക്കണം. അപ്പോഴാണ് എനിക്കൊരു സമാധാനമാവുള്ളൂ. ഞാനിപ്പോഴും വിചാരിച്ചിരിക്കുകയാണ്, ഇതൊക്കെ ഇവിടെ പറയണമായിരുന്നോ? ഇവിടെ വരദാനാഭിഷേകത്തിന് വേണ്ടിയാണ് നമ്മൾ വന്നത്. അപ്പോൾ അത് 2-3 പേര് ഒന്ന് പറയുക, എന്താണ് ഇന്നത്തെ രാവിലത്തെ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയത്? അപ്പോൾ നമുക്കറിയാം നിങ്ങൾ ഏത് വീഞ്ഞിലാണ്, ഏത് കുടമാണെന്ന്. ഏത് കുടം എന്ന് പറഞ്ഞാൽ തൂവൽക്കുടം. ഓക്കെ, അതുകൊണ്ട് സൂക്ഷിച്ചോ, ധൈര്യമായിട്ട് പോരെ. ഇച്ചിരിയൊക്കെ എന്തെങ്കിലും ഇനി സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കാം, അത് ഞാൻ ഉത്തരം പറയാം. അത് കഴിഞ്ഞിട്ട് ഓരോ ഗ്രൂപ്പ് വന്ന് വേഗം ഷെയർ ചെയ്യാം. ഓൾറൈറ്റ്, സ്റ്റാർട്ട്. ഒരു റബ്ബർ ബാൻഡ് ഇല്ലേ, അതവിടെ പോയി. ഓക്കെ, താങ്ക് യു. കണ്ടോ, ഇതിവിടെ ഉണ്ടായിട്ടും ഞാൻ കണ്ടില്ല, കണ്ണുണ്ടായിട്ടും കണ്ടില്ല. യെസ്, വരൂ, വേഗം വരണം. എല്ലാവർക്കും ഈശോയെ സ്വീകരിക്കട്ടെ. ഇന്നലെ രാവിലത്തെ ക്ലാസ് ഇപ്പോൾ അവസാനിക്കുന്നു. ഇവിടെ വരെ എനിക്ക് കിട്ടിയ പ്രധാനപ്പെട്ട ഒരു ബോധ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പലപ്പോഴും ഒരു പഴയ നിയമവും പുതിയ നിയമവും കൂട്ടി വായിച്ചിട്ട് ഈ പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ സ്വഭാവവും പുതിയ നിയമത്തിലെ ദൈവത്തിൻ്റെ സ്വഭാവം രണ്ടായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. സിമിലാരിറ്റീസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ എപ്പോഴും വ്യത്യാസമുണ്ട്. അപ്പം ആ ഒരു പഴയ നിയമത്തിൻ്റെ നീതിയും ഈ പുതിയ നിയമം യേശു പറഞ്ഞതായിട്ട് എനിക്ക് പലപ്പോഴും മാച്ചിങ് അല്ലാതെ തോന്നുകയും, പിന്നെ പലപ്പോഴും പലരോട് സംസാരിക്കുമ്പോൾ പോലും ആൾക്കാർ പഴയ നിയമത്തിലെ ദൈവം അങ്ങനെയല്ലോ പറയുന്നത്. അതായത് നമ്മൾ യേശുവിനെ കുറിച്ച് കൂടുതൽ പറയുമ്പോഴത്തേക്ക് അവരിങ്ങനെ പഴയ നിയമത്തിൽ ഇങ്ങനെ പിന്നെന്താ മാറ്റി പറയുന്നത് എന്നൊക്കെയുള്ള. അപ്പം ഈ പഴയതും പുതുതും ചേരില്ല എന്നുള്ളത് തന്നെ എനിക്ക് പുതിയൊരു വെളിപാടാണ്. ഞാനത് രണ്ടും തമ്മിൽ എങ്ങനെ ഒന്ന് കൂട്ടിയോജിപ്പിച്ച് പറയാൻ പറ്റും. ആരോട് പറയുമ്പോഴും നമുക്ക് പഴയ നിയമത്തിലെ ദൈവം, അത് എൻ്റെ മനസാക്ഷിയിൽ എനിക്ക് ആ പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ പല പല കാര്യങ്ങളോട് എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതേപോലെ പുതിയ നിയമത്തിൽ യേശു പറഞ്ഞ എല്ലാം പൂർണ്ണമായിട്ട് സ്വീകരിക്കാനും പറ്റും. അപ്പം തമ്മിൽ അങ്ങോട്ട് കൂട്ടിയോജിക്കാൻ വലിയ പ്രയാസവുമാണ്. അപ്പം അതെങ്ങനെയെങ്കിലും പലപ്പോഴും നമുക്ക് കിട്ടിയ ബോധ്യം വെച്ചിട്ട് നമുക്ക് ദൈവത്തിൻ്റെ സൈഡ് പറഞ്ഞെല്ലാം പറ്റത്തുള്ളൂ, ദൈവത്തെ ന്യായീകരിച്ചെല്ലാം പറ്റത്തുള്ളൂ. നമ്മളൊരു കോൺസിൽ ചെയ്യുന്നതാണ്. എനിക്ക് എന്നെ തന്നെ ബോധ്യപ്പെടുത്തണം, പിന്നെ മറ്റുള്ള സംസാരിക്കുന്നവരെ ബോധ്യപ്പെടുത്തണം. അപ്പോൾ അതിന് നമുക്ക് കിട്ടിയ ഒരു അളവുകോല് വെച്ചിട്ട് ദൈവത്തെ മനസ്സിലാക്കി അളന്ന് വെച്ചിട്ട് അതിനനുസരിച്ച് നമ്മളൊന്ന് ദൈവത്തെ ന്യായീകരിക്കാനായിട്ട്, ദൈവം എന്താണെന്ന് മനസ്സിലാക്കുന്നതിനപ്പുറം എനിക്കും സമൂഹത്തിനുള്ള ബോധ്യം, ആ ബോധ്യം വെച്ച് ദൈവത്തെ അളന്ന് ദൈവത്തെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യണം. പലപ്പോഴും ഞാൻ എന്നിൽ തന്നെ നടന്ന ശ്രമമാണ്, പുറത്തുനിന്ന ശ്രമമാണ്. അപ്പോൾ ഈ പഴയതും പുതിയതും ചേർത്തില്ല എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു സ്വാതന്ത്ര്യമാണ്. പിന്നെ പഴയതിന് വളരെ പിടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് പഴയതും പിടിച്ച് പുതിയതും പിടിക്കുമ്പോഴത്തേക്കും കൂട്ടി യോജിപ്പിക്കാണ്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട് എൻ്റെ ഉള്ളിലും പുറത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ ബുദ്ധിമുട്ട് ഇവിടെ വെച്ച് മാറി കിട്ടി. അതാണ് ഏറ്റവും വലിയൊരു സ്വാതന്ത്ര്യം. You are not far from the kingdom of God. Praise the Lord. Hallelujah. വലിയൊരു ബോധ്യം
കിട്ടിയ ഒരു വലിയൊരു ഫ്രീഡത്തിൻ്റെ മുന്നിലാണ് ഇപ്പം നിൽക്കുന്നത്. എന്ന് വെച്ചാൽ മനസ്സിലൊരു ഫ്രീഡം, അത് വലിയൊരു കുരുക്കിൽ ആയിരുന്ന ഒരു കുരുക്കിൽ പെട്ട ഒരു ആത്മാവായിരുന്നു ഞാൻ. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് അതാണ് ഏറ്റവും ഭംഗി എന്ന് തോന്നുന്നു. എൻ്റെ നവീകരണത്തിൽ വന്നിട്ട് ചരിത്രം പറയല്ല, ചില പോയിന്റുകൾ മാത്രം. 33 വർഷമായി എങ്കിലും ഇപ്പം തണൽ തരേണ്ടവരിൽ നിന്ന് തന്നെ ആ തണലിലെന്തോ ഒരു പന്തികേട് പോലെ പഴയ നിയമത്തെ ആശ്രയിച്ചുകൊണ്ട് അതിൽ നിന്ന് ചില പ്രബോധനങ്ങൾ സ്വീകരിച്ചു പോകുന്നവനായിരുന്നു ഞാൻ. അതായത് കുറ്റപ്പെടുത്തലല്ല, വൈദികരിൽ നിന്ന് തന്നെ കുറ്റപ്പെടുത്തലല്ല, അങ്ങനെ പറഞ്ഞു. എല്ലാം കർത്താവിൻ്റെ രക്ഷാകര പദ്ധതിയാണ്. അപ്പോൾ ഇവിടെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് പഴയ നിയമം എന്നത് ഈശോ വന്നപ്പോൾ അത് നല്ല മനോഹരമായ പഴം, അതായത് ആത്മാവിന് സുഖമുള്ള കാറ്റായി മാറി. അതാണ് മത്തായി 5:16 അപ്രകാരം നിങ്ങളുടെ സത്പ്രവൃത്തി. അപ്പൊ ഈ പഴുത്ത മനോഹരമായ പഴമായി ഞാൻ മാറുമ്പോൾ എന്നെ കാണുന്നവൻ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, അവര് ഈ പഴം ഭക്ഷിക്കുവാനായിട്ട് അണയും, പ്രസവ പണിയും. ഇപ്പൊ ഞാൻ എത്രത്തോളം കഴിഞ്ഞ ദിവസം എന്താ കഴിഞ്ഞ് ഞങ്ങളുടെ ധ്യാനത്തിന് വരുന്നത് വരെ ഞാൻ ഒരു കേടുവന്ന പഴം ആയിരുന്നു. വീട്ടിലെല്ലാം ചെയ്യും, കുടുംബ പ്രാർത്ഥന, വ്യക്തി പ്രാർത്ഥന, പ്രഭാതത്തിലൊക്കെ ഉണരും, വചനം വായിക്കും, ധ്യാനിക്കും. ഇവിടെയൊക്കെ ഇപ്പോൾ ഒരുപാട് ഒത്തിരി ധ്യാനങ്ങളൊക്കെ കൂടി. പക്ഷെ ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായത് ഈശ്വരനെ ഒരുപാട് സ്നേഹിക്കുന്നു. ഇന്നത്തെ ആദ്യത്തെ ക്ലാസ്സിൽ വേറെ ഏതൊരു ചാനലിൽ പോകും പോലെ തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സൊന്ന് കരഞ്ഞതുപോലെ അങ്ങനെ കർത്താവ്. അപ്പോൾ പെട്ടെന്ന് ബ്രദർ നമുക്ക് ഇതിലേക്ക് വരും. അങ്ങനെ മത്തായി 5 ലൂക്ക 5 വന്നു. അപ്പോൾ എന്താ പറയുമ്പോ അതിന് തോൽക്കുളത്തെ പറ്റി പറഞ്ഞു. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടത്തിൽ തന്നെയാകണം, പഴയതിന് വരരുത്. അപ്പൊ ഞാൻ ഇന്നലെ പഴയതിൽ പിടിച്ചുകൊണ്ട് പുതിയതിൽ വരാൻ എൻ്റെ ആത്മാവ് പരിശ്രമിക്കുമ്പോൾ ഞാൻ അതിനെ തന്നെ കെട്ടിപ്പിടിക്കുന്നു പഴയതിൽ. കാരണം ഞാൻ ശീലിച്ചത് പഴയതായിരുന്നു. ആ പഴയതിലേക്ക് പൊക്കിക്കൊണ്ടിരുന്ന എന്നെ കർത്താവ് ഇങ്ങനെ കൊടുത്തിട്ട് പിടിച്ചു. നിന്നെ അതാണ് ഇവിടെ സംഭവിച്ചത്. ഒത്തിരി കാര്യങ്ങൾ കേട്ടത് കംപ്ലീറ്റ് ഞാൻ എഴുതി. കാരണം ഈ എഴുത്ത് ഇത് കഴിഞ്ഞ 25-ാം തീയതി എഴുതിയതും ആ നോട്ട് ഇതിനകത്തൂടെ ഉണ്ട്. എങ്കിലും കേൾക്കുമ്പോൾ പെട്ടെന്ന് എഴുതുവാൻ, കാരണം ആ എഴുതുന്നതിലൂടെ, റിപ്പീറ്റേഷൻ ചെയ്യുന്നതിലൂടെ, വേറെ ഏതെങ്കിലും വാക്കിലൂടെ എൻ്റെ ഹൃദയം, എൻ്റെ ആത്മാവ് അവരെന്നെ കൊടുക്കാനുള്ള പഴമാക്കി എന്നെ മാറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ കേൾക്കുക. അത് ഞാനെല്ലാം അങ്ങനെ ചെയ്യിപ്പിക്കുന്നതാണ്. എല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ക്ലാസ് ഒത്തിരി അഭിഷേകത്തോടെ എടുത്താൽ മാത്രമേ എത്രത്തോളം കർത്താവിനോട് അടയിരിക്കുന്നോ അങ്ങനെ ഒരു അടയിരിക്കലിലൂടെ നമുക്ക് തരുന്നത് കർത്താവിന് വലിയൊരു ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. ഇത് അതേപടി സ്വീകരിക്കും, മനസ്സിലിരിക്കുവാൻ. പിന്നെ മറ്റൊരു കാര്യം, ഈ കിട്ടിയ ഈ സംഭവം നിരന്തരം എനിക്കതിനെ പ്രചരിപ്പിക്കേണ്ടതുണ്ട്. അതായത് പേഴ്സണൽ പ്രേയറിലൂടെ. അപ്പോൾ ആ വ്യക്തി പ്രാർത്ഥനയിലൂടെ ഈശോ ചെയ്തതുപോലെ ദൈവമേ എന്നെ, ഞങ്ങളെ ആക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി മാത്രമാണ് എനിക്കുള്ളത്, നമുക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു +2 കാലഘട്ടം മുതലേ ഞാൻ കരിസ്മാറ്റിക് ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ട്. അതിനുശേഷം ഒത്തിരി ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ എൻ്റെ മോൾക്ക് ഇപ്പോൾ 28 വർഷം മുമ്പ് ഞാനൊരു വലിയ പ്രതിസന്ധിയിലായിരുന്നപ്പോൾ ഈ ബ്രദർ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ വെച്ചൊരു ധ്യാനം നടത്തിയിരുന്നു, വിശുദ്ധീകരണ ധ്യാനം. ആ വിശുദ്ധീകരണ ധ്യാനത്തിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ജീവിതത്തെക്കുറിച്ച് ഒത്തിരി ബോധ്യങ്ങൾ കിട്ടി. സ്വയം വിശുദ്ധീകരിക്കണം, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കും, അപ്പോൾ കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ അത്ഭുതം പ്രവർത്തിക്കും. യോശുവ 3:5 ഈ വചനങ്ങൾ. അങ്ങനെ ജീവിതത്തെക്കുറിച്ച് പിന്നെ ബ്രദറിൻ്റെ പല ടോക്കുകൾ ഞാൻ പാലാരിവട്ട അവിടെ ബ്രദർ നേരത്തെ ഒരു ആരാധന ഒരു കേന്ദ്രം പോലെ നടത്തിയിരുന്നു. അതിലൊക്കെ ഞാൻ ജോലി സമയത്തൊക്കെ ഇടയ്ക്കൊക്കെ വന്ന് അങ്ങനെ കേട്ടിട്ടുണ്ട് അവിടെയൊക്കെ. ഒത്തിരി ബോധ്യങ്ങൾ
ഈ ബ്രദറിൻ്റെ ക്ലാസ് കേട്ടും അതിലെ പിന്നെയാണ് കുറച്ചൊക്കെ, അല്ലെങ്കിൽ ഞാൻ ബുദ്ധി കൊണ്ടായിരുന്നു എല്ലാം ആലോചിച്ചുകൊണ്ടിരുന്നത്. എന്നിൽ ജ്ഞാനം, പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചൊക്കെ ഒത്തിരി ക്ലാസ്സുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ത്രിത്വത്തെക്കുറിച്ച് ബ്രദർ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കാണിച്ചിട്ട് ത്രിത്വം പ്രവർത്തിക്കുന്ന അങ്ങനെയൊക്കെ എനിക്ക് പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചൊക്കെ അങ്ങനെ കുറച്ച് ജ്ഞാനം നിറയാൻ തുടങ്ങിയത് ബ്രദറിൻ്റെ ക്ലാസ്സുകൾ കേട്ടപ്പോൾ മുതലാണ്. അതുകൊണ്ട് പിന്നെ ബ്രദർ ജർമ്മനിയിലൊക്കെ ആയിരുന്നു എന്നപ്പോൾ അങ്ങനെ പിന്നെ എനിക്ക് ക്ലാസ്സൊക്കെ മിസ്സായി. പക്ഷെ ഇപ്പം ഈ എമ്മാവൂസിലുണ്ടെന്ന് അറിഞ്ഞ് കഴിഞ്ഞ ആഴ്ച ഞാനും പോയിരുന്നു. അപ്പോൾ ആ ബോധ്യങ്ങളൊക്കെ പിന്നീട് വീണ്ടും നിറഞ്ഞു. ഇപ്പോൾ ഇന്ന് ഒത്തിരി അഭിഷേകം, അതായത് ത്രിവിധാഭിഷേകത്തെക്കുറിച്ചും പുതിയ വീഞ്ഞ്, പുതിയ തോൽക്കണം, ഇതിൻ്റെയൊന്നും അർത്ഥം നമുക്ക് മനസ്സിലാവാറില്ലായിരുന്നു. അപ്പോൾ അത് എത്ര വ്യക്തമായിട്ടാണ് കുർബാനയിലുള്ള ഓരോ പ്രാർത്ഥനകളുടെ അർത്ഥം, അങ്ങനെ ഓരോ എല്ലാം നല്ല. അപ്പം നമുക്ക് ഒത്തിരി ജ്ഞാനം നിറയുന്ന ഒരു അനുഭവമാണ് അത്. വേറൊരു ധ്യാന പരിപാടി, ഇപ്പം ഞാൻ ധ്യാനം പലതും കൂടിയിട്ടുണ്ടെങ്കിലും അതൊരു ദിവസം കേട്ടാൽ നമ്മൾ പിറ്റേ ദിവസം മറന്നു പോകാറുണ്ട്. പക്ഷേ ബ്രദറിലൂടെ കേട്ട ഈ വചനങ്ങളും വ്യാഖ്യാനങ്ങളും ഈ ഇതൊന്നും ഒരിക്കലും ഹൃദയത്തിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല. അതിലും കർത്താവ് ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ പ്രയോജനകരമാണ് ക്ലാസ്സുകൾ എന്ന് എനിക്ക് പറയാനുള്ളത്. ഈശ്വരനിശ്ചയിക്കട്ടെ. സാക്ഷ്യം പോലെ പറയാനുള്ളത്, 10-20-25 വർഷം മുമ്പ് അവിടെ ട്രിവാൻഡ്രത്ത് സെൻറ്റ് മേരീസ് സ്കൂൾ പട്ടത്ത് ബ്രദറിൻ്റെ ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. അന്ന് ബ്രദർ ആരാന്ന് എനിക്കറിയത്തില്ല, ഞാൻ നവീകരിൽ വന്ന കാലഘട്ടമാണ്. പേഴ്സണൽ ട്രെയിനിനെ കുറിച്ചൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അന്ന് ബ്രദർ അവിടെ ഒരു ക്ലാസ് എടുത്തായിരുന്നു. എനിക്ക് ഈ ലീഫ്ലെറ്റ് ഒന്നും കിട്ടിയില്ലായിരുന്നു. ഒരു ക്ലാസ് എടുത്തായിരുന്നു, പേഴ്സണൽ പ്രെയർ എന്നതാണ്, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം. എന്തുകൊണ്ടോ ഞാൻ ആ ഫോർമാറ്റ് എഴുതിയെടുത്തിട്ട് ഞാൻ അന്ന് മുതൽ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനകത്ത് ഇച്ചിരി എഡിഷൻസും ഡിലീഷൻസും ഒക്കെ ഞാൻ നടത്തി. ഫോർ എക്സാമ്പിൾ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ നിറയാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയില്ല. മുന്തിരിച്ചെടിയെ ആകുന്ന ഈശോയോട് ചേർന്ന് നിന്ന് താഴ്ത്തേണ്ട ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി. കുറച്ച് എഡിഷൻസും ഒക്കെ ചെയ്ത് ഡിലീഷൻസ് ഒന്നും ചെയ്തില്ല. കാരണം അത് ഇറ്റ് ഈസ് ഫുൾ, ഇറ്റ് ഈസ് കംപ്ലീറ്റ്. അത് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു വളരെ മെറ്റിക്കുലസ് ആയിട്ട് എവറി സിംഗിൾ ഡേ. പക്ഷെ അതനുസരിച്ച് എനിക്ക് ഭയങ്കര വ്യത്യാസം വരുന്നതാണ്. എനിക്ക് പരിശുദ്ധാത്മാവായിട്ടൊരു പേഴ്സണൽ കമ്പാനിയനായിട്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ വി വെരി ക്ലോസ്, ഈവൻ നൗ വി ആർ ക്ലോസ്. പക്ഷേ ഇടയ്ക്ക് വെച്ച ഒരു കാലഘട്ടം വന്നു, ഞാൻ ഈ പേഴ്സണൽ പ്രെയർ അങ്ങ് നിർത്തി. എന്ന് വെച്ചാൽ കുർബാനയ്ക്ക് പോകും, സംസാരിക്കും, അതൊക്കെ ചെയ്യും. പക്ഷേ ഈ പേഴ്സണൽ പ്രെയർ എന്നുള്ള കാര്യം അങ്ങ് ഡൗൺ ആയി. അതനുസരിച്ച് ഐ സ്റ്റാർട്ടഡ് ഫോളോയിങ്. എനിക്ക് മനസ്സിലായി ആ ഒരു ഇത്. ഞാൻ എങ്ങാണ്ട് വെച്ച് പിന്നെ അത് പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ പേഴ്സണൽ പ്രെയറിന് എന്തുമാത്രം ശക്തി ഉണ്ടെന്നുള്ളത്. അപ്പോൾ അന്ന് ബ്രദർ അവിടെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഇന്നർ ഹീലിംഗ് ആൻഡ് ഇന്നർ സാങ്ക്ടിഫിക്കേഷൻ ഈസ് ആൻ ഓൺ ഗോയിങ് പ്രോസസ്സ് എന്ന്. അതെൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു. ഞാൻ കുറച്ച് ദിവസം ചെയ്തു നിർത്തി, അതാണെങ്കിൽ പിന്നെ ഞാൻ പഴയ പോലെ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓൺ ഗോയിങ് പ്രോസസ്സായിട്ട് ഇന്നർ ഹീലിംഗ്, അന്ന് ബ്രദർ പഠിപ്പിച്ച ഇന്നർ ഹീലിങ്ങും ഇന്നർ സാങ്ക്ടിഫിക്കേഷനും ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട്, സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റി ഓർ ലിവിങ് എ ക്രിസ്ത്യൻ ലൈഫ് ഇസ് ബിക്കം സോ ഈസി. ഈ ഒരു പേഴ്സണൽ പ്രെയറിനെ കൊണ്ട് മാത്രം. ക്രിസ്ത്യാനിറ്റി ഡിഫിക്കൽട്ടാണെന്നൊക്കെ പലരും പറയും, പക്ഷേ ഐ ഫൈൻഡ് ഇറ്റ് വെരി ഈസി പ്രൊവൈഡഡ് ഈ പേഴ്സണൽ പ്രെയറിൽ ഞാനിങ്ങനെ റെഗുലറായിട്ട് പോവുകയാണെങ്കിൽ എന്നെ ഡേ ബൈ ഡേ എന്നെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. പെട്ടെന്ന് സങ്കടം വരും, പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് കരയും. പക്ഷേ എന്നെ കരയിപ്പിക്കാൻ ഇപ്പം ഹാർഡ്ലി നോബഡി ക്യാൻ. എന്നെ കരയിപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല, എന്നെ ദേഷ്യപ്പെടുപ്പിക്കാനായിട്ട് ആരും. അപ്പോഴാണ് ഞാൻ മനസ്സിലായത് ഈ ഒരു കണ്ണത്ത് അടിച്ചാൽ മറ്റേ കണ്ണ് സന്തോഷമായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവം. ദിസ് പേഴ്സണൽ പ്രെയർ ഹസ് ഹെൽപ്ഡ് മീ ട്രെമെൻഡസ്ലി ഇൻ മൈ സ്പിരിച്വൽ ലൈഫ്. So I'm enjoying Christianity actually only because of this regular personal life prayer. Okay, praise God. All glory to God. താങ്ക് യു ഡെയ്സി. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാനായിട്ട്. അതായത് ഒരു കരണത്തടിക്കുമെന്നല്ല പറഞ്ഞത്, വലത് കരണത്തടിച്ചവന് ഇടത് കരണം കാണിച്ചു കൊടുക്കാൻ.
ഇതെല്ലാം ഈശോ ഈ ഫരിസേയ മനോഭാവത്തിൻ്റെ ഉള്ളു പറയാണ്. മലയിലെ പ്രസംഗത്തിൽ 5-ാം അധ്യായത്തിലാണ്. ഫരിസേയർ പാപികളെ ആണ് അടിക്കുന്നത്, അല്ലാത്തവരടിക്കില്ല അവർ. ഇപ്പോൾ കണ്ണനൊന്നും കൊണ്ട് വന്ന് എൻ്റെ വലത് കരണത്തൊന്ന് അടിക്കാൻ നോക്കിയൊന്നും ഉണ്ടോ? ഇപ്പോൾ ഇവൻ്റെ വലത് കൈ കൊണ്ട് അടിക്കുകയാണെങ്കിൽ അടി എവിടെ വീഴും? ഇടതുവശത്ത് വീഴുള്ളൂ. കണ്ടോ? ഇടതുവശത്തെ വീഴുള്ളൂ വലത് കൈ കൊണ്ട് അടിച്ചാൽ. ഫരിസേയർ വലത് കൈ കൊണ്ട് അടിക്കില്ല ഒരാളെ. അവർ പാപികളെ അത്രയ്ക്ക് ഹീനമായിട്ട് ചിന്തിക്കുകയും അശുദ്ധ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഇടതുകരം കൊണ്ടേ അവരടിക്കുള്ളൂ. ഇടതുകരം നല്ല കാര്യങ്ങൾക്കല്ല ഉപയോഗിക്കണം. ഇടതുകരം മനസ്സിലായല്ലോ പറഞ്ഞത്. ഏഷ്യൻ സിറ്റുവേഷനിൽ, യൂറോപ്യൻ സിറ്റുവേഷനിലെല്ലാം പേപ്പർ വർക്കാണ്. ഏഷ്യൻ സിറ്റുവേഷനിലെല്ലാം വാട്ടർ വർക്കാണ്, വാട്ടർ ആൻഡ് ഹാൻഡ്. അപ്പോൾ അതുകൊണ്ട് ഇടത് കൈ കൊണ്ട് അവർ പാപിയെ അടിക്കുള്ളൂ. അപ്പോൾ ഇടത് കൈ കൊണ്ട് അടിക്കുമ്പോൾ അടി എവിടെ വീഴും? വലത് കരണത്ത് വീഴും. അത്രയ്ക്ക് അവർ പാപികളോട് വേറൊരു രീതിയിലേ പെരുമാറുള്ളൂ. എന്നാൽ ഈശോ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഞാൻ വന്നിരിക്കുന്നത് തന്നെ പാപികൾക്ക് വേണ്ടിയാണ്, പാപികളെ നേടാൻ വേണ്ടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതാണ് ദൈവനീതി എന്ന് പറയണത്, അതാണ് പുതിയ നിയമം എന്ന് പറയണത്. പാപിയെ ഞാൻ സ്നേഹിച്ച് അവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അതെങ്ങനെയാണ്? അവരെ എൻ്റെ ശരീരത്തിൽ, ഇപ്പോൾ മലയിലെ പ്രസംഗത്തിൽ ആദ്യത്തെ സുവിശേഷ ഭാഗ്യം തന്നെ ബ്ലെസ്സഡ് ആർ യു. ഫ്രാൻസിസ് മാർപ്പാപ്പ അബുദാബിയിലെ പ്രസംഗത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൂടിയിരിക്കുന്ന ആ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ബലിയർപ്പിക്കുകയാണ്. ആദ്യമായിട്ട് ഒരു അറബി രാജ്യത്ത് ബലിയർപ്പണം നടക്കുന്നു, പബ്ലിക്കായിട്ട്. പള്ളിയിൽ കുർബാന നടക്കുന്നുണ്ട്. മാർപ്പാപ്പ പ്രസംഗത്തിൽ പറഞ്ഞത് എന്നെ വളരെയധികം ആശ്ചര്യപ്പെടുത്തി. ഞാൻ ഈ സുവിശേഷ ഭാഗ്യങ്ങൾ എൻ്റെ ഒരു ഫേവറേറ്റ് പ്രീച്ചിങ്ങാണ്. പക്ഷെ ഞാനൊരിക്കലും അങ്ങനെ ചിന്തിച്ചില്ല ഇന്നേ വരെ. മാർപ്പാപ്പ പറഞ്ഞതാണ്, യേശുക്രിസ്തുവിൻ്റെ ആദ്യ സുവിശേഷ പ്രഘോഷണത്തിൽ പറഞ്ഞു, ബ്ലെസ്സഡ് ആർ യു, നിങ്ങൾ അനുഗ്രഹീതർ. അടുത്ത് മാർപ്പാപ്പ പറയാണ്, ഹി ഡിഡ് നോട്ട് സേ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞില്ല, നിങ്ങൾ അനുഗ്രഹീതർ. യു ആർ ഓൾറെഡി ബ്ലെസ്സഡ്. ഹി ഡിഡ് നോട്ട് സേ യു വിൽ ബി ബ്ലെസ്സഡ്. ഓടിത്തിരിക്കണം. എന്തടിസ്ഥാനത്തിലാണ്? അപ്പോൾ ഈ മാർപ്പാപ്പന്മാർ പറയുമ്പോൾ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിത്രേ പറയുള്ളൂ, ബാക്കി നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത്. അതാണ് മാർപ്പാപ്പന്മാരുടെ പ്രബോധനത്തിൻ്റെ ഒരു ശൈലി. വിശദീകരിക്കേണ്ടത് തിയോളജിയൻസാണ്, അല്ലെങ്കിൽ കാറ്റക്കിസ്റ്റുമാരാണ്, അല്ലെങ്കിൽ പ്രബോധനം നടത്തുന്നവരാണ്. എന്താ അതിൻ്റെ അർത്ഥം? എന്തുകൊണ്ടാണ് മാർപ്പാപ്പ അങ്ങനെ പറഞ്ഞത്? ബ്ലെസ്സഡ് ആർ യു, യു ആർ ബ്ലെസ്സഡ്. ഹി ഡിഡ് നോട്ട് സേ യു വിൽ ബി ബ്ലെസ്സഡ്. അപ്പോൾ എനിക്ക് ഈ ഇൻകാർണേഷൻ, മനുഷ്യാവതാര രഹസ്യം എൻ്റെ ഒരു ഫേവറേറ്റ് സബ്ജക്റ്റ് ആയതുകൊണ്ട് എനിക്ക് ഉടനെ കാര്യം മനസ്സിലായി. ഈശോ മലയിലെ പ്രസംഗത്തിൽ പറയുകയാണ്, നിങ്ങൾ അനുഗ്രഹീതർ. നിങ്ങൾ അനുഗ്രഹീതരാകുമെന്നല്ല പറഞ്ഞത്, നിങ്ങൾ അനുഗ്രഹീതർ. എന്നാൽ അവിടെ ഇരിക്കുന്നവർ ആരും ക്രിസ്ത്യാനികളല്ല. മലയിലെ പ്രസംഗത്തിൽ എല്ലാവരും പാപികളാണ്, ആരും ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടുമില്ല. അപ്പം എങ്ങനെയാണ് അവർ അനുഗ്രഹീതരായത്? എന്തുകൊണ്ടാണ് മാർപ്പാപ്പ അങ്ങനെ പറഞ്ഞത്? ബ്ലെസ്സഡ് ആർ യു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, മനുഷ്യാവതാരത്തിലൂടെ ഈ മലയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന യേശുവിൻ്റെ ശരീരത്തിൽ
മനുഷ്യാവതാരം ചെയ്ത് മനുഷ്യനായി വന്നിരിക്കുന്ന ഈശോ അവിടെ നിൽക്കുമ്പോൾ ഈ മനുഷ്യരെല്ലാം വാസ്തവത്തിൽ മനുഷ്യാവതാരത്തിലൂടെ യേശുവിന്റെ ശരീരത്തിൽ തന്നെ ആകുന്നു. Praise the Lord. ഇതാണ് അഭിഷേകം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ നിങ്ങളെ സ്വീകരിക്കുന്നു, സ്നേഹിക്കുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് നിങ്ങൾ ഏത് ജാതി മതസ്ഥരായാലും നിങ്ങൾ മനുഷ്യാവതാരത്തിലൂടെ എൻ്റെ ശരീരത്തിലാണ്. ഓരോരുത്തരെ കാണുമ്പോഴും നമ്മൾ വിചാരിക്കണം, ഓ അവൻ മുസ്ലിമാണ്, അവൻ ഹിന്ദുവാണ്, അവൻ ബുദ്ധിസ്റ്റാണ്. അങ്ങനെ ചിന്തിക്കരുത്. അവരെല്ലാവരും വാസ്തവത്തിൽ ക്രിസ്ത്യാനി തന്നെയാണ്. നമ്മളിതറിയുന്നു, അവരിത് അറിഞ്ഞിട്ടില്ല. ക്രിസ്തു അവരെയും കൂടി തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു, പീഡ സഹിച്ചു, മരിച്ചു, ഉയർത്തു. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരിലുണ്ട്, നമ്മളിലുള്ളതുപോലെ തന്നെ. പക്ഷേ അവർക്കതറിയില്ല. അതുകൊണ്ടാണ് സുവിശേഷം പ്രഘോഷിക്കുക. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഈ അറിവ് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കിയാലേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. Praise the Lord. അപ്പോ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ പറഞ്ഞത് പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ ബ്രദർ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ കാണുന്നത് ആദ്യം തന്നെ ഒരു മരം ഇങ്ങനെ വെട്ടണം. ഈശോ മരം വെട്ടിയിട്ട് മരത്തിൻ്റെ ചില്ലകളെല്ലാം മുഴുക്കനും വെട്ടി മാറ്റണം. പിന്നെ അത് കഴിഞ്ഞ് കാണുന്നത് പാടത്ത് ഇങ്ങനെ, എൻ്റെ വീട് കടമക്കുടി ആയതുകൊണ്ട് കൃഷിയുള്ള സ്ഥലമാണ്. ഇങ്ങനെ പാടത്ത് ഞാറിങ്ങനെ വളർന്ന് വലുതായി ഇങ്ങനെ വന്നി. പിന്നെ കാണുന്നത് ബ്രദറിൻ്റെ നെഞ്ചിലേക്ക് ഒരു പ്രകാശം ഇങ്ങോട്ട് വന്നി. ആ പ്രകാശം ഇങ്ങനെ വട്ടത്തിൽ വന്ന് ഇങ്ങോട്ട് കയറണം. പിന്നെ കാണുന്നത് ബ്രദറല്ല, ഇവിടെ നിന്ന് സംസാരിക്കുന്ന നമ്മുടെ ഈശോയാണ്. ഈശോ ചിരിച്ചിങ്ങനെ കൈ പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഫുള്ളും പറയണത് ഈശോയാണ് പറഞ്ഞത്. ഞാൻ ഈ തീരുന്ന സമയം വരെ കണ്ടത് ഈശോനെയാണ് കണ്ടത്. ബ്രദർ ഒരു ഉപകരണം മാത്രമാണ്, ഈശോയാണ് നമ്മളോട് കൂടി ഉണ്ടായിരുന്നത്. ഇത്രയും സമയം വരെ എനിക്കത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ എനിക്ക് വന്ന് പറഞ്ഞതാണ്. അത് കാണാനുള്ള ഭാഗ്യം എനിക്ക് യോഗ്യതയില്ല, പക്ഷെ അത് കാണാനുള്ള ഭാഗ്യം എനിക്ക് തന്നെ അവർക്ക് ദൈവത്തിന് ഞാൻ നന്ദി പറയണം. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ക്ലാസ് ആരംഭിച്ചത് സങ്കീർത്തനം 133 പറഞ്ഞുകൊണ്ടാണ്. സഹോദരങ്ങൾ ഒന്നിച്ചു വസിക്കുന്നത് എത്ര അഭികാമ്യം. അതിനുശേഷമുള്ള വചനം ബ്രദർ നമുക്ക് വ്യാഖ്യാനിച്ചു തന്നു. അഹറോൻ്റെ തലയിൽ നിന്ന് താടിയിലേക്ക് വലിച്ചിറങ്ങി കഴുത്തിൻ്റെ പട്ടയിലൂടെ അഭിഷേകം പകരുന്നതിനെക്കുറിച്ചൊരു പുതിയ വ്യാഖ്യാനമാണ് നമ്മൾ കേട്ടത്. ഈശോയായ തലയായ ഈശോയിൽ നിന്ന് മാർപ്പാപ്പയിലൂടെ, മെത്രാന്മാരിലൂടെ, വൈദികരിലൂടെ, സഭയിലൂടെ നമുക്ക് പകർന്നു തരുന്ന അഭിഷേകം. ആ അഭിഷേകം ലഭിക്കുമ്പോൾ നമ്മളെ സഹോദരരാകുന്ന, അല്ല ഈശോയുടെ ജീവനിൽ നമ്മളെ ചേർത്ത് നമ്മൾ എല്ലാവരും ഈശോയുടെ ശരീരത്തിൽ ഏക ജീവനിൽ പങ്കുപറ്റുന്ന, പരസ്പരം നോക്കുമ്പോൾ ഈശോയെ കാണുന്ന രീതിയിലുള്ളൊരു ബന്ധത്തിലേക്ക് ദൈവം, അതിനുള്ള അഭിഷേകം, ഈശോയിലുള്ള ആ അഭിഷേകം, ഒരേ ജീവൻ്റെ ബന്ധത്തിലായിരിക്കുന്ന ഒരു അഭിഷേകമാണ്. അത് തുറന്ന് ബ്രദർ നമുക്ക് വിശദീകരിച്ചു തന്നു. പുതിയ വീഞ്ഞ് എന്ന് പറയുന്നത് അതിൻ്റെ തുടർച്ചയായിട്ട് പറഞ്ഞപ്പോൾ മനസ്സിലായതാണ്, നമ്മളുടെ ഈ വിശുദ്ധീകരണം ദൈവം ആഗ്രഹിക്കുന്നതും ദൈവം മുൻകൈ എടുത്ത് ചെയ്യുന്നതുമാണ്. അപ്പം നമ്മൾ ആദാമിൻ്റെ മക്കളായി ജനിച്ച നമ്മളിലേക്ക്, ഈശോയിലേക്ക് നമ്മളെ ചേർക്കുന്നതിനുള്ള എല്ലാ പ്രവർത്തനവും ഈശോ ചെയ്യുന്നുണ്ട്. നമ്മുടെ, എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ഉപവാസം, നമ്മുടെ പ്രവർത്തനം ഇതുവഴിയാണ് വിശദീകരിക്കപ്പെടുന്നത് എന്നൊരു ചിന്ത ചിലപ്പോഴൊക്കെ നമുക്കുണ്ടാകാം. അപ്പം നമ്മുടെ പ്രവർത്തനങ്ങളല്ല ഒന്നാം സ്ഥാനത്ത്, മറിച്ച് ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. ബ്രദർ അത് വിശദീകരിച്ച് മുൻകൈ എടുത്ത് പ്രവർത്തിക്കുക. നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നത് ദൈവമാണ്. ദൈവമാണ് നമ്മളെ
വിശദീകരിക്കുന്നത് തന്നോട് കൂടുതൽ ചേർക്കാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ ജീവൻ നമ്മളിൽ നിറയാൻ വേണ്ടിയാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. അതിൻ്റെ പ്രധാന പ്രവർത്തകനും ആദ്യ പ്രവർത്തകനും ദൈവം തന്നെയാണ്. അപ്പോൾ ദൈവം മുൻകൈ എടുത്ത് വിശുദ്ധീകരിക്കുന്നു. അതിൻ്റെ ബ്രദർ പറഞ്ഞത് ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. അപ്പം ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടി പങ്കില്ല. അപ്പം നമ്മൾ കഴുകപ്പെടേണ്ട ആവശ്യമുണ്ട്. അതിന് നമുക്ക് വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെയൊക്കെ നമ്മളെ തന്നെ കഴുകാനായിട്ട് നമ്മളെ തന്നെ ഈശോയുടെ ഈശോ തരുന്ന കൃപ സ്വീകരിക്കാൻ. കൃപ ഈശോ തന്നെയാണ്. ഈശോയുടെ ജീവനും ആത്മാവുമാണ്. വിശുദ്ധ കുർബാനയിൽ അതിൻ്റെ ജൈവിക ജീവൻ നമുക്ക് നൽകുവാൻ ആണ് ഈശോ മനുഷ്യനായിട്ട് അവതരിച്ചതും അതിൻ്റെ പൂർണ്ണതയാണ് കുരിശുമരണവും ഉത്ഥാനവുമല്ല. അപ്പോൾ ഈശോയുടെ ശരീരത്തിലേക്ക് ഉൾച്ചേർത്ത് നമുക്ക് വേണ്ടി കൂടി ഈശോ പിതാവിൻ്റെ കയ്യിൽ നിന്ന് അഭിഷേകം സ്വീകരിച്ചിട്ടുണ്ട്. ആ അഭിഷേകം മുഴുവനായിട്ടും നമുക്ക് പകർന്ന് നൽകും. അത് നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യുന്നത്. ഈശോ എന്നിൽ പ്രകാശിക്കും, അല്ലെ ഈശോ എന്നിൽ ഉണ്ട്. ഓൾറെഡി ഈശോ എൻ്റെ ഉള്ളത്തിലുണ്ട്. അത് ചാരം മൂടി കിടക്കുന്നതാണ്. ആ ചാരം ഒന്ന് മാറ്റിക്കൊടുക്കുന്ന ഇതിന് ഞാൻ സഹകരിക്കുകയാണ് വേണ്ടത് ദൈവത്തോട്. അല്ലാതെ എൻ്റെ പ്രവൃത്തികൾ കൊണ്ടല്ല ഞാൻ എൻ്റെ പ്രവൃത്തികൾ കൊണ്ടല്ല ഞാൻ രക്ഷപ്പെടുന്നത്. ദൈവത്തിൻ്റെ പ്രവൃത്തി എന്നിൽ നടക്കുമ്പോൾ അത് ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നു, അതിന് ഞാൻ വിധേയപ്പെടുന്നു എന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ അഭിമാനിക്കാൻ ഒന്നുമില്ല. നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രേരണ തരുന്നതും നമ്മളെ പ്രാർത്ഥിപ്പിക്കുന്നതും എല്ലാം പരിശുദ്ധാത്മാവും നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ടൊന്നും അഭിമാനിക്കാനില്ല. മറിച്ച് നമ്മളെ ജീവനേക്കാൾ ഉപരി നമ്മളെ സ്നേഹിച്ച് തൻ്റെ ജീവനിലേക്ക് നമ്മളെ ഉൾച്ചേർത്തുകൊണ്ട് നമ്മളെ ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചത് മനുഷ്യരെ ദൈവങ്ങളാക്കാനാണെന്ന് ബ്രദർ പറഞ്ഞു. അപ്പം നമ്മളെ കാണേണ്ടത് പൗലോസ് പാഠത്തിൽ പറയുന്നില്ലേ, ഇനി നിങ്ങൾ ഒരിക്കലും ഞങ്ങൾ ക്രിസ്തുവിനെ പഴയ രീതിയിൽ തച്ചൻ്റെ മകനായിട്ട് കാണത്തില്ല, മറിച്ച് കണ്ണ് തുറന്ന് കിട്ടുമ്പോൾ നമ്മൾ ഈശോയെ കാണുന്ന പുതിയ രീതിയിലാണ്, ദൈവപുത്രനായിട്ടാണ്. എന്ന് പറഞ്ഞ പോലെ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു വീക്ഷണം പെട്ടെന്ന് നമ്മുടെ അസ്തിത്വത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഇന്ന വീട്ടിൽ അല്ലെ ഇന്ന ജോലി, നമ്മുടെ പ്രൊഫഷനെ കുറിച്ച്, നമ്മുടെ വീടിനെ കുറിച്ച്, നമ്മുടെ ഇന്നയാളുടെ മകൾ അല്ലെ ഇന്നയാളുടെ ഭാര്യ, ഇങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷെ അതിനൊക്കെ അപ്പുറം നമുക്കൊരു അസ്തിത്വം ഉള്ളത് ഞാൻ ഈശോയുടെ ശരീരമാവുന്ന സഭയിൽ ഒരവയവമാണ്. അപ്പം ഞാൻ ഈശോയുടെ ശരീരത്തിൽ ഒരവയവമാണ്. അങ്ങനെ ആണ് എല്ലാവരും. അപ്പം നമ്മുടെ ചുറ്റിനുമുള്ളവരായിട്ട് നമ്മൾ നോക്കുമ്പോൾ ആ സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ സഹോദരങ്ങൾ ഒന്നിച്ച് വസിക്കുന്ന എത്ര വിശിഷ്ടം അതാകുന്നത് ഞാൻ എന്നെ ഈശോയുടെ ശരീരത്തിലെ ഒരവയവമായി കണ്ടെത്തുമ്പോഴും തലയായ ഈശോയോട് ഗാഠമായ ബന്ധം പുലർത്താനായിട്ട് എന്നെ തന്നെ വിട്ടുകൊടുത്ത് അതിനുള്ള വഴികളാണ് ഈശോ നമുക്കിവിടെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ബോധ്യങ്ങളാണ് കിട്ടിയത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ മുൻകൂർ എല്ലാം ഒരുക്കുകയാണ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബ്രദർ ഇന്ന് ഞാൻ ആ ഉടമ്പടിയെക്കുറിച്ചൊക്കെ ബ്രദർ ഇങ്ങനെ പ്രത്യേകിച്ച് ജെറമ്യായിലിങ്ങനെ കണക്ട് ചെയ്തപ്പോഴേ ഇതിങ്ങോട്ട് ദഹിക്കാൻ ഇച്ചിരി സമയിച്ച് പോയി ധ്യാനിച്ചിട്ട് കേട്ടാലോ കുറച്ച് ബാക്കി പിന്നെ മതി എന്ന് അത്രമാത്രം ഡെപ്തിൽ നിന്നാണ് ആ ഉടമ്പടിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് ഈശോയിൽ കൊണ്ട് കണക്ട് ചെയ്തിട്ട് ഈ പുതിയ വീഞ്ഞൊക്കെ പഠിപ്പിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഈ ബ്രദർ ഇവിടുന്ന് ഫീൽ ചെയ്യുന്നില്ല, ഇങ്ങനെ പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ ആ ക്ലാസ് വചനങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ. പിന്നെ എനിക്ക് ആ ബ്രദർ ആ 2 ഗീതങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചത് അത് പുതിയൊരു അറിവായിരുന്നു. പ്രത്യേകിച്ച് ഈ ലാഹാല അത് ഞാൻ ഒരുപാട് വട്ടം പാടിയിട്ടുണ്ട്. ലാറ്റിൻ മാസിൽ പെണ്ണിൻ്റെ കല്യാണത്തിന് ചെറുക്കൻ താലി കെട്ടി കഴിയുമ്പോഴും വിളിച്ചിൽ നീ പാട്ട് പാടുന്നു ദൈവമേ ഞങ്ങൾ, ഇത് ഒത്തിരി വട്ടം പാടിയിട്ടുണ്ട്. ഞാൻ കീബോർഡ് വായിച്ചിട്ടുണ്ട്. അന്ന് ഈ ഓർഗനിൽ റിതമില്ല, 1 2 1 2 3 4 അല്ലേ, രൂപകം എന്ന താളം അത് ഈ ഓർഗനിലില്ല. അപ്പം ഞാനൊരു റിതം പാഡ് ഉണ്ടായിരുന്നു, അതെടുത്തിട്ട് ഞാനും അടിച്ചു 1 2 1 2 3. പള്ളി മൊത്തം ഞെട്ടി, കാര്യം വലിയ ശബ്ദമായിരുന്നു. അപ്പം അതുകൊണ്ട് ഈ പാട്ട് അത്ര, പക്ഷെ അത് ഇല്ല പഴയവർക്ക് പാടാം. അപ്പം അത് സെയിൻറ്റ് അഗസ്റ്റിൻ്റെ ജ്ഞാനസ്നാനത്തോടെ പ്രദക്ഷിണത്തിന്
സെയിൻറ്റ് അംബ്രോസ് എഴുതിയ വലിയൊരു അഭിഷേകം എന്ന് പറഞ്ഞാൽ എന്താ വരികളൊക്കെ അതാണ് ഈ സംഭവം എന്ന് കേട്ടപ്പോഴത്തെ കണ്ടില്ലേ, പരിശുദ്ധാത്മാവിനൊന്നൊരു വലിയൊരു നിറവായിരുന്നു. പിന്നെ ആ കോർപ്പസ് ക്രിസ്റ്റിയുടെ ആ ഫീസ്റ്റിനോടനുബന്ധിച്ച് വിശുദ്ധ തോമസ് അക്യൂസ് എഴുതിയ പാട്ടാണ് ഈ എല്ലാ ദിവസവും മുട്ടുമേ കിടന്നിട്ട് ഭക്തിയാ ഉണങ്ങുക പാട്ടെന്നൊക്കെ. അതൊക്കെ സത്യത്തിൽ കേട്ട് കഴിയുമ്പോൾ ഈ ബ്രദർ ഈ പറഞ്ഞതല്ലേ സത്യത്തിൽ മണ്ടന്മാരായിട്ട് ഇങ്ങനെ ജീവിക്കുമായിരുന്നു കേട്ടോ. എന്തോരം ആഴങ്ങളുള്ള വരികളാണ് അതൊക്കെ. ഇത്രയും സഭയുടെ ട്രഷറിയിൽ നിന്ന് എടുത്ത് ഇങ്ങനെ തന്ന മുത്തുകളാണെന്ന് പറഞ്ഞപ്പോൾ ഈശോയെ ഒത്തിരി സന്തോഷം. ബ്രദർ ഒത്തിരി നന്ദി. പരിശുദ്ധാത്മാ വെളിപ്പെടുത്തുന്ന ഈ ഒരു സമൂഹത്തിന് കേൾക്കാൻ സാധിച്ചിട്ടുള്ള നന്ദി. ഒത്തിരി സഭയെ തുറന്നിങ്ങനെ തരുന്ന ഇത്രയും സഭയെക്കുറിച്ച് ഔദ്യോഗികമായിട്ട് ടീച്ചിങ്സ് സഭ ഇങ്ങനെ തുറന്നു തന്ന് സഭയുള്ള സ്നേഹവും ബഹുമാനമൊക്കെ തന്നെ. ഇപ്പം തന്നെ ഫ്രാൻസിസ് പാപ്പ അഷ്ടസൗഭാഗ്യങ്ങളുടെ ഫസ്റ്റ് വാക്യം ഗൾഫിൽ പറഞ്ഞു, അത് വേറെ ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഇപ്പം ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ ഈ ബ്രദർ മാത്രമല്ല, ബ്രദർ ഇങ്ങനെ കോൾമേർ കൊള്ളുന്ന പോലെ ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ പരിശുദ്ധാത്മ ഇങ്ങനെ ഫീൽ ചെയ്യുന്നു. ഒരുപാട് നന്ദിയോടെ ബ്രദറിനെ ഓർക്കുന്നു. നല്ല സംഭവങ്ങൾ ഉടമ്പടികളിലൂടെ ഈ നല്ല വ്യാഖ്യാനം ഞങ്ങൾ നൽകിയതിനെ ഓർത്ത് ഈശ്വര നാമത്തിൽ ഒരുപാട് ദൈവമേ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, അങ്ങേക്കായെന്നും സ്തോത്രങ്ങൾ. പാരിതിനാഥനായ ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യസൽപിതാവാകുമങ്ങേ ആരാധിക്കുന്നു പാരാകേ, ആരാധിക്കുന്നു പാരാകേ. ലൈറ്റ് ബോയ്, ക്യാമറമാൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഒത്തിരി സ്പിരിച്വൽ സ്ട്രഗിൾ എടുത്തിട്ടാണ് ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ ഈ ധ്യാനത്തിന് വന്നത്. എനിക്ക് ശരിക്കും പലരും ഇവിടെ പറഞ്ഞ പോലെ തന്നെ ബ്രദർ പാലാരിവട്ടത്ത് ബ്രദറിൻ്റെ വീട്ടിലൊക്കെ ആരാധന സെൻറ്റർ തുടങ്ങിയ സമയത്ത്, അപ്പോഴാണ് തുടങ്ങിയതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. DCNT പറഞ്ഞ പോലെ പട്ടത്തെ കൺവെൻഷന് ഞാനൊരു സ്കൂൾ ഗേൾ ആയിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ട് എനിക്ക് ബ്രദറിൻ്റെ ഞാൻ ഫോളോ ചെയ്യണതാണ്. അപ്പോൾ അതേപോലെ പാലാരിവട്ടത്ത് ഇവിടെ ബ്രദറിൻ്റെ ആരാധന വീടിനോട് ചേർന്നുള്ള ആരാധന സെൻറ്ററിലും കോളേജ് കഴിഞ്ഞൊക്കെ വന്നിട്ട് ഞാനിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ബ്രദർ ഈ പറയുന്ന ബ്രദർ തന്നിട്ടുള്ള പേഴ്സണൽ പ്രെയർ മെത്തേഡ് യൂസ് ചെയ്ത്. അന്ന് തൊട്ട് എനിക്ക് ബ്രദറിൻ്റെ ടോക്സിനോടൊരു കണക്ഷനുണ്ട്. പക്ഷേ വിട്ടുപോയി. അത് കഴിഞ്ഞ് ഏഞ്ചൽസ് ആർമിയിൽ സ്ക്രിപ്ചർ സ്കൂളുമായിട്ട് കണക്ട് ചെയ്തപ്പോഴാണ് ബ്രദറുമായിട്ട് കൂടുതൽ അടുത്ത് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റിയത്. ഞാൻ ബ്രദറിൻ്റെ ടോക്സ് അങ്ങനെ കുറച്ച് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് ബ്രദർ പറഞ്ഞ കാര്യത്തിൽ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത്, അതായത് കുർബാനയിൽ വെള്ളവും വീഞ്ഞും മിക്സ് ചെയ്യുന്നത് മനുഷ്യനും ദൈവവും ഒന്നാകുന്നതിൻ്റെ ഒരു സിംബോളിസം ആണെന്ന് കേട്ടപ്പോൾ എന്താന്ന് വെച്ചാൽ ഞാൻ ഓരോ കുർബാന, ഞാനൊരു കാറ്റഗിസ്റ്റാണ്, കുട്ടികളെ പഠിപ്പിക്കുന്നു ഇടവകയിൽ. പക്ഷേ ഓരോ കുർബാനയ്ക്ക് നിൽക്കുമ്പോഴും ഞാനിങ്ങനെ ഓർക്കും, ഈശോയെ എന്തോരം കാര്യങ്ങൾ ആ അൾത്താരയിൽ നടക്കുന്നത്. പക്ഷേ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഞങ്ങളിൽ 99%നും ഇത് ശരിക്കും എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഇതൊന്ന് ആരെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ അച്ഛൻ എന്താണ് നമ്മുടെ ഓരോ ക്ലാസ്സിലെയും കുട്ടികൾക്ക് മനസ്സിലാവുന്ന പോലെ ഒന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം. അപ്പം എനിക്ക് തന്നെ ശരിക്കും ഈ വെള്ളവും വൈനും മിക്സ് ആകുന്നത് ദൈവവും മനുഷ്യനും ഒന്നാകുന്നതിൻ്റെ ആ ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും ഈശോ ഏറ്റെടുക്കുന്നതിൻ്റെ പ്രതീകമാണെന്ന് മനസ്സിലായപ്പോൾ എനിക്കിങ്ങനെ അത് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് മാർവലസ്. പ്രൈസ് ഗോഡ്. അതൊരു കാര്യം. ആൻഡ് രണ്ടാമത്തെ ഒരു കാര്യം, ആക്ച്വലി ഇന്ന് ബ്രദർ പറഞ്ഞില്ലേ, ദ ബ്ലൈൻഡ് സെർവൻറ്റ്, ഐസയ 43 ഉള്ള, അതായത് 42, കണ്ടിട്ടും കാണുന്നില്ല, അവർ കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നില്ല എന്നുള്ള ആ പാരബിൾ എന്തുകൊണ്ടാണ് ഈശോ അത് ശിഷ്യന്മാർക്ക് മാത്രം കൊടുത്തത്, മറ്റുള്ളവർക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാത്തതിൻ്റെ റീസൺ
ഈശോയുടെ പുനരുത്ഥാനത്തിന് ശേഷം, അതായത് എൻറ്റയർ പാഷൻ കഴിഞ്ഞ് റിസറക്ഷൻ കഴിയുമ്പോൾ ആ ഒരു സാൽവിഫിക്കേഷൻ പ്രോസസ്സ് നടന്നു കഴിഞ്ഞിട്ടേ അത് മറ്റുള്ളവരറിയാവുള്ളൂ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ബ്ലൈൻഡായ ബ്രദർ പറഞ്ഞു, ബ്ലൈൻഡായിട്ടിരുന്നാൽ പല കാര്യങ്ങൾക്കും സമാധാനം വീട്ടിലും ഉണ്ടാവുമെന്ന് ബ്രദർ പറഞ്ഞു. അത് കണക്ട് ചെയ്തെന്ന് എന്നോട് ഷായിച്ചേട്ടൻ വന്ന് പറഞ്ഞു, നമ്മൾ അനുസരണത്തിൽ നമ്മൾ വഴങ്ങി കൊടുക്കുമ്പോൾ മറ്റൊരാൾ, ഇപ്പോൾ അത് ഹസ്ബൻഡ് ആൻഡ് വൈഫാണെങ്കിൽ ഹസ്ബൻഡ് പറയുന്നതിനോട് വൈഫ് അനുസരണത്തിൽ അത് വിട്ടുകൊടുക്കുമ്പോൾ, പ്രാർത്ഥനയോടെ ദൈവത്തിന് വിട്ടുകൊടുത്ത് ഹസ്ബൻഡ് പറയുന്നതിനോട് നമ്മൾ അനുസരിക്കുമ്പോൾ ശരിക്കും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് ഹസ്ബൻഡിലായിരിക്കും എന്നിങ്ങനെ പറഞ്ഞാൽ, അത് ബ്രദർ പറഞ്ഞ ആ ഒരു വചനവും നമ്മുടെ ജീവിതത്തിലെ ഒരു സാധാരണ സാഹചര്യവും വെച്ച് ഭയങ്കര ഒരു കണക്ഷൻ ഫീൽ ചെയ്തു. അപ്പം ഈശോ ഉദ്ദേശിക്കുന്നതും ബി ബ്ലൈൻഡ് ടു അതേഴ്സ് ഫോൾട്ട്സ്, നമ്മളും അത് തന്നെയാണ് ചെയ്യേണ്ടതെന്നുള്ള അതും എനിക്ക് ഇതിൽ നിന്നൊരു ഭയങ്കര ഒരു ബോധ്യമായിരുന്നു. പിന്നെ ബ്രദർ കുർബാനയിൽ ചേട്ടൻ പറഞ്ഞ ആ ഓരോ കാര്യങ്ങളും, ആ ഓരോ ഗീതങ്ങളും, പ്രൈസ് ഗോഡ്, താങ്ക് യു ലോർഡ്. ഇനി നമുക്ക് ആ ഗ്രൂപ്പിൻ്റെ ഷെയറിങ് ചെയ്യാമോ? ഗ്രൂപ്പ് നമ്പർ 1. ഗ്രൂപ്പ് നമ്പർ 1. നമ്മൾ 11:30 കുർബാന. അതിന് മുമ്പ് എനിക്കൊരു ഗ്രൂപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ലെറ്റ്സ് സീ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ. ഒരു മിനിറ്റ് ക്യാമറ. ആക്ച്വലി ഇതിനൊരു ചെറിയ സംശയമുണ്ട്. കാര്യം നമുക്ക് ഇന്നലത്തെ പ്രേയർ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വരുന്നത്, ബ്രദർ പറഞ്ഞു നമ്മൾ ചിന്ത ഇതിനകത്ത് വേണ്ട, നാക്ക് മാത്രം വിട്ടുകൊടുത്താൽ നാക്കിലൂടെയാണ് എന്ന് പറഞ്ഞപ്പോൾ അത് സത്യം പറഞ്ഞാൽ വലിയൊരു ഭാരമായിരുന്നു. കാര്യം വെച്ചാൽ നല്ല ചിന്തയായിട്ടാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് ഇതിൽ ചിന്ത എങ്ങനെ പോകും? പിന്നെ അന്നേരം മനസ്സിൽ ബുദ്ധിയിൽ നിന്ന് തന്നെ വന്നേ ആയിരിക്കാം ഒരാശയം വന്നത്. ചില ഹൈബ്രിഡ് കാറുകളും ഉണ്ടല്ലോ, അത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പെട്രോളിലായിരിക്കും, അത് ഗ്രാജുവൽ ഇലക്ട്രിക്കിലേക്ക് മാറും. അപ്പോൾ അത് തോന്നലായാലും വേണ്ടില്ല, അതങ്ങ് പറയാം, ചിന്തയൊന്നും ആയിക്കോട്ടെ എന്നാലും പറയാം, നാവിൽ പിന്നെ കൺവേർട്ടായി വരുമായിരിക്കും എന്ന പ്രതീതിയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അന്നേരം തോന്നിയതാണ് പറഞ്ഞത്. ആക്ച്വലി ഫസ്റ്റിൻ്റെ റിപ്പറ്റീഷൻ പോലെയാണ് ആദ്യമൊക്കെ അങ്ങനെ തന്നെ ഫീൽ ചെയ്തത്. അപ്പം 1-2 വചനങ്ങളൊക്കെ കിട്ടി. അപ്പോൾ അത് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പ്രത്യേകം കുറേശ്ശെ കിട്ടിയിരുന്നത് അതൊന്നും എടുത്തു പറഞ്ഞില്ല. ഏറ്റവും ലാസ്റ്റ് മഞ്ജുച്ചിയിലേക്ക് വന്നപ്പോൾ മഞ്ജുച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ച സമയത്താണ് കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അത് പറയാം, ബ്രദർ തന്നെ വിവേചിച്ച് മനസ്സിലാക്കി തരണം ഞങ്ങൾക്ക്. ഒന്ന്, അവസാന കാലഘട്ടത്തിൽ വരദാന ഫലങ്ങൾ ഈശോ വാരി വിതറുന്നുണ്ട്. പിന്നെ അമ്മയോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കണം, ഒരു മരിയൻ ആർമിയായിട്ട് അന്ത്യകാലഘട്ടത്തിൽ മാറണം. പിന്നെ നിശബ്ദത പാലിക്കാൻ എല്ലാവരും പരിശ്രമിക്കണം, ഓട്ടം അവസാനിപ്പിക്കണം, ഇരുന്ന് കേൾക്കണം ഈശോയെ. പിന്നെ സാന്നിധ്യം അറിഞ്ഞുകൊണ്ട് ശുശ്രൂഷ ചെയ്യണം. നമ്മളൊരു ഫാക്റ്റ് ചുമ്മാ പറഞ്ഞാൽ പോലെ ആ ഫാക്റ്റ് നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ഷെയർ ചെയ്യണം. ബ്രദർ പറഞ്ഞ പോലെ പറയും രോമാഞ്ചം ഫീൽ ചെയ്യണം, ആ വ്യക്തിക്ക് തന്നെയും പിന്നെ കേൾക്കുന്നവർക്കും ഒരേപോലെ. പിന്നെ വിലകെട്ടവ് പറയാതെ സത്വജനങ്ങൾ മാത്രം പറയണം. അതൊരു നിഷ്ഠയായിട്ട് നമ്മൾ ജീവിതത്തിൽ പാലിക്കുകയാണെങ്കിൽ ഈ വളർച്ച നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ അമ്മയോട് ചേർന്ന് നിൽക്കുക, അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അമ്മ എന്താണ് വേണ്ടതെന്ന് ചോദിക്കുന്നു, നിനക്ക് എന്ത് ഗ്രേസ് ആണ് വേണ്ടതെന്ന് അമ്മ ചോദിക്കുന്നു. പിന്നെ സാത്താൻ്റെ ആക്രമണത്തിൽ നിന്നും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. പിന്നെ ഈശോയെ പരിചയപ്പെടുന്ന പോലെ തന്നെ പരിശുദ്ധ അമ്മയും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കും വരുന്ന തലമുറയ്ക്കും പരിചയപ്പെടുത്തി കൊടുക്കണം, മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ അമ്മയെ ഉപേക്ഷിക്കുകയോ മാറ്റി നിർത്തുകയോ ചെയ്യരുത്. വിശുദ്ധരുടെ കൂട്ടായ്മയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഈശോ ആഗ്രഹിക്കുന്നു എന്നൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. ഈശോയെ മുറുകെ പിടിച്ച് വിശ്വാസത്തിൽ വളരുക. ഇനി അങ്ങോട്ട് എന്ത് സംഭവിച്ചാലും എന്ത് കേട്ടാലും
പതരരുത്, അവസാന കാലഘട്ടം എന്ന രീതിയിലാണ് പറയുന്നത്. പിന്നെ നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മകളിലൊക്കെ ചൈതന്യം ഇരട്ടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മരിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ, പിന്നെ പ്രകൃതിയുടെ താളം തെറ്റുകൾ ഇനി ഒരുപാട് ഉണ്ടാകും, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകും, അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പിന്നെ ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അത് ആക്ച്വലി വന്ന വേർഡിങ് അങ്ങനെയല്ല, ഈശോയുടെ കോപം അടക്കാൻ എന്ന രീതിയിലാണ് വന്നത്. അതും എനിക്ക് വ്യക്തിപരമായിട്ടൊരു വിയോജിപ്പ് തോന്നിയത് കൊണ്ട് ഞാൻ മാറ്റി പറഞ്ഞതേ ഉള്ളൂ. പ്രവചനം മാറ്റി ഈശോയുടെ കോപം അടക്കാൻ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് പ്രത്യേകിച്ച് നമ്മൾ ആരാധനയിലൊക്കെ ഈശോയെ സ്നേഹിക്കുന്ന നല്ല പാട്ടുകളെല്ലാം പാടി ഏറ്റവും അവസാനം പറയും ദൈവമേ നീ ക്ഷമിക്കുക, കോപമായി നോക്കിയിട്ട് എന്ന് പറയുമ്പോൾ ഇതുവരെ പറഞ്ഞ, അതായത് 99% പറഞ്ഞ സ്നേഹത്തെ പറ്റി കരണയെ പറ്റി ലാസ്റ്റ് ടൈം പിന്നെ കോപത്തോടെ നോക്കുന്നത്. അപ്പോൾ ഇത് വീണ്ടും ആദ്യം പോയി നിൽക്കുന്ന പോലെ ഒരു ഫീലിങ്. അതുകൊണ്ട് ഞാൻ ആ പാട്ട് കഴിവ് പാടാറില്ല. അതുകൊണ്ടായിരിക്കും ഞാൻ അറിയാൻ മാറ്റിപ്പോയത്. ഞാൻ ഇതിൽ 2 ഭാഗവും പറഞ്ഞു അതിനകത്ത്. പിന്നെ കൂടുതൽ സമയം നിശബ്ദമായിട്ട് പ്രാർത്ഥിക്കണം. രാത്രി 12 മണിക്കോ 3 മണിക്കോ, അതല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും ഒറ്റയ്ക്ക് സമയം കണ്ടെത്തി നിശബ്ദമായിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. കാര്യങ്ങൾക്ക് വേണ്ടി അല്ലാതെ ആത്മാർത്ഥമായിട്ട് ഈശോയെ സ്നേഹിച്ച് ആത്മീയത വളരാനായിട്ട് ഇത്രയും മെസ്സേജസ് ഉണ്ടായിരുന്നു ജനറലി ഫീൽ ചെയ്തത്. പ്രവചനം. അടുത്ത ആൾ വരാം. ഗ്രൂപ്പ് നമ്പർ 2. വിശ്വസിയായിരിക്കട്ടെ. ഞങ്ങൾ ഓരോരുത്തരെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് പിന്നെ പ്രവചനങ്ങൾ കാര്യമായിട്ടൊന്നും വന്നിരുന്നില്ല. പക്ഷെ മറ്റുള്ളവർക്ക് നല്ലപോലെ വചനങ്ങൾ ഓർമ്മ വരികയും വചനങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ശക്തനും ധീരനുമായിരിക്കുക, കർത്താവിനെ ശുശ്രൂഷിക്കുകയും വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് എടുത്ത് ചാടാനായിട്ടുള്ളൊരു പ്രവചനം ഉണ്ടായിരുന്നു. പിന്നെ ദർശനങ്ങളുണ്ടായിരുന്നു. കുഞ്ഞുമക്കളുടെ കരുവാളിച്ച മുഖങ്ങൾ കാണുന്നൊരു ദർശനം ഉണ്ടായിരുന്നു. പിന്നെ കുന്നും മലയും നിരത്തപ്പെടും, താഴ്വരകൾ നികത്തപ്പെടും എന്ന് പറയുന്ന ഒരു പ്രവചനം. മുട്ടോളമല്ല അരിയോളമല്ല എന്നുള്ള പാട്ട് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു, പാടി ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ പ്രിയ മകനെ നീ എനിക്ക് ചെയ്തതിന് പ്രതിസമ്മാനം തരാതെ പോവുകയില്ല എന്നുള്ള ഒരു പ്രവചനം. വാർദ്ധക്യത്തിലും ഞാൻ നിന്നെ വഹിക്കും, ശക്തനും ധീരനുമായിരിക്കുക എന്നിങ്ങനെയുള്ള പ്രവചനങ്ങളാണ് ഞാൻ. ഇതൊക്കെ എനിക്കുള്ളതാണെന്ന് തോന്നുന്നു. പിന്നെ പറഞ്ഞാൽ മതി. ഇപ്പൊ ഗ്രൂപ്പ് നമ്പർ 3. സെബാസ്റ്റ്യൻ അച്ഛൻ കുർബാനയ്ക്ക് വന്നോ? അല്ലെങ്കിൽ നമുക്കൊരു 11:30 എന്നുള്ളതൊരു 12 മണിക്ക് ഇല്ലല്ലോ. ചോദിച്ചോ. ഞങ്ങൾ ഗ്രൂപ്പിൽ വളരെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. പക്ഷെ ഒരു കൺഫ്യൂഷൻ ഇങ്ങനെ എനിക്കുണ്ടായിരുന്നത് ഇങ്ങനെയാണ്, നാവിൽ വരണമെന്ന് പറഞ്ഞത് വരുന്നില്ലായിരുന്നു. നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിന്തയിൽ വരുന്നത് സ്പോണ്ടേനിയസ് ആയിട്ട് നാവിൽ. അപ്പം അങ്ങനെ കുറേ സമയം ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഭാഷാതരത്തിലൊക്കെ ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിലും കാര്യമായിട്ടുള്ള പ്രവചനങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. കുറച്ച് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പിന്നെ ഒരു ഭാഷാപരത്തിൽ ഒരു പ്രിയങ്ക പുള്ളിക്കാരത്തിൽ നിന്ന് വന്നിട്ടില്ല. അപ്പോൾ ആൾക്ക് ഭാഷാപരമില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി എങ്ങനെയെങ്കിലും ഭാഷാപരം മേടിച്ചു കൊടുക്കാനായിട്ട് കിണഞ്ഞ് പരിശ്രമിച്ചു. കുറച്ച് കഷ്ടപ്പെട്ടു. അതും അവസാനം കരച്ചിലായി. പറഞ്ഞു കരയണ്ട, നീ ഇവിടുന്ന് പോണതിന് മുമ്പ് കിട്ടുമെന്ന് പറഞ്ഞു. അവിടെ ഇത് വന്നില്ല. അപ്പൊ എന്താണെന്നറിയില്ല. അപ്പോൾ ഇന്ന് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ പോയി. ഗ്രൂപ്പിൽ ഞങ്ങളങ്ങനെ സിസ്റ്റർ ഭയങ്കര ടയേർഡായിരുന്നു അല്ലേ? സിസ്റ്റർ ഉഷാറായില്ലേ? ഇന്നലെ യാത്ര ചെയ്ത് വന്നതുകൊണ്ടൊക്കെ സിസ്റ്റർ വളരെ ടയേർഡായിരുന്നു. പകുതിക്ക് വെച്ച് സിസ്റ്റർ പോയി. അതിന് പ്രതീക്ഷ സിസ്റ്ററിലായിരുന്നു. അപ്പോൾ സിസ്റ്റർ നേരത്തെ കിടക്കാൻ പോയി. അങ്ങനെ
കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞങ്ങൾ ഷാജി ഞങ്ങളിങ്ങനെ കൂടുതൽ സമയം ഭാഷാപരത്തിൽ ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഓക്കെ. എൻ്റെ പേര് ലീന പൂനപ്പാട്. ഇപ്പം ബ്രദർ പറഞ്ഞ ആ പുതിയ കുട്ടിക്ക് വേണ്ടി ഒന്നുമില്ല, ആദ്യമായിട്ട് വരണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ മോള് ഇങ്ങനെ തീഷ്ണയോടെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്ക്, ഭാഷാവരം കിട്ടും. അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ് അതിനുശേഷം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ശരിക്ക് വിശുദ്ധ കുർബാനയിലൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഈ നമ്മൾ തിരുവോസ്തി ഇങ്ങനെ പൊക്കി വൈദികൻ ഇങ്ങനെ ഇങ്ങനെ ആശീർവദിക്കുമല്ലോ, ബ്ലെസ്ഡ്. അപ്പൊ ഞാൻ കാണുന്ന ഒരു ദർശനം മാതാവ് ഈ ബ്രദർ ഈ ഉണ്ണീശോനെ ഇങ്ങനെ പൊക്കുന്ന പോലെ തന്നെ. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിക്കും, ലൂക്കായുടെ സുവിശേഷത്തിലുണ്ടല്ലോ അമ്മയാണ് ആ മോനെ ഉയർത്തുന്നത്. അപ്പൊ ഞാൻ അഭിഷേകം ഒരു വൈദികരുടെ സ്ഥാനത്ത് നമ്മുടെ പുത്രനല്ലേ. അപ്പം മാതാവ് ഉണ്ണീശോയെ കളിപ്പിക്കുന്ന പോലെ ആണ് ആ രംഗം ഞാൻ കാണുന്നത്. അപ്പം ഞാൻ മോക്ക് വേണ്ടി പെട്ടെന്ന് ഇങ്ങനെ പറയുകയും ചെയ്ത് ഞാൻ കണ്ണടച്ചിരിക്കുമ്പോൾ ഞാൻ നല്ലൊരു പ്രകാശത്തിൽ പരിശുദ്ധ അമ്മ ഇങ്ങനെ നിൽക്കണതും ഉണ്ണീശോ ഉയർത്തുന്ന പോലെ രംഗം കണ്ട് പിന്നെ ആ മോളെ ഇരിക്കണം അത്ര മട്ടത്തിൽ തന്നെ ഞാൻ ഈശോയുടെ ദർശനവും വെള്ളപ്രകാശത്തിൽ കണ്ടായിരുന്നു. പിന്നെ ബ്രദറിന് തന്നെയാണ് ആ ഗിഫ്റ്റ് കൊടുക്കും. ഇന്ന് സെന്റ് തോമസ് ഡേയിൽ ഒത്തിരി മക്കൾ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ബ്രദർ തന്നെ പറഞ്ഞു, ഞാനൊരു ധ്യാനം പോലും കൂടിയിട്ടില്ല. പക്ഷെ കർത്താവ് ഒരു സ്വർഗത്തിന് ഗിഫ്റ്റ് ബ്രദറിന് കൊടുക്കും. അതിനാൽ ഞാൻ വെറുതെ ഒന്നും ഞാൻ മനസ്സിൽ ഫസ്റ്റ് ഡേ വന്നപ്പോൾ തന്നെ ഒരു സമ്മാനം ബ്രദറിനോട് കൊച്ചു വാക്കായിട്ട് ഞാൻ പറഞ്ഞു. പക്ഷെ അതിന് ശേഷം എനിക്ക് വചനം തന്നു. ഇന്ന് ഞാൻ ബ്രദറിനോട് പറഞ്ഞ് രാവിലെ കാപ്പി പിടിക്കും ബ്രദറിന് തന്നെയാണ്. അപ്പം എൻ്റെ അടുത്തിരിക്കണം മഞ്ജുവാണ് പറഞ്ഞത് ഇന്ന് സെന്റ് തോമസ് ഡേ അല്ലേ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ബ്രദറിന് ഫീസ്റ്റായിട്ട് ഒരു ഗിഫ്റ്റ് കർത്താവ് കൊടുക്കുമല്ലോ. അപ്പം ഇത് തന്നെയാണ് ബ്ലസ്ഡ് സമ്മാനം. ഞാൻ വചനം നോക്കിയിട്ട് അത് പറയാം, ഇപ്പം അന്വേഷിച്ചിട്ട് കണ്ടില്ല. പക്ഷെ അത് ബ്രദറിനുള്ള ഗിഫ്റ്റാണ് ഇന്നത്തെ. കർത്താവിന് എല്ലാവർക്കും ബ്ലസ്ഡ് അനുഗ്രഹം കൊടുക്കുമ്പോൾ കർത്താവ് ഒരു സമ്മാനം വെച്ചിട്ടുണ്ട്, അത് ഇന്ന് തന്നെ കിട്ടും. നെക്സ്റ്റ് ഗ്രൂപ്പ്. അപ്പോൾ ഗ്രൂപ്പിലെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ, പറഞ്ഞോ? ആ പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ഗ്രൂപ്പ് നമ്പർ 4 ആണ്. ഞങ്ങൾ 4 പേരാണ് ഉണ്ടായിരുന്നത്. മുൻപ് പറഞ്ഞ പോലെ ഈ പ്രവചനം നാവിൽ നിന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പറഞ്ഞ സമയം നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും നന്നായി സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ആദ്യ ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴും കാര്യമായിട്ടൊന്നും അങ്ങനെ പ്രവചിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റണില്ല. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ കാര്യമായിട്ട് ആദ്യത്തെ വ്യക്തിയിൽ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ രണ്ടാമത്തെ 2-3 4 വ്യക്തി ബാക്കി 3 പേർക്കും പ്രാർത്ഥിച്ചപ്പോൾ ഇതുപോലെ വചനങ്ങളാണ് കുറച്ചിങ്ങനെ കിട്ടിയത്. ഞാൻ നിനക്ക് മതിയായവനാണ്, എളിമപ്പെടുക എന്നുള്ളൊരു ചിന്ത അവർ തന്നെ അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ വന്നതാണ്. മരുന്നോ ലേപന ഔഷധമല്ല. മറ്റുള്ളവർക്കും ചില വചനങ്ങൾ ഷെയർ ചെയ്യപ്പെട്ടു. ഹോസിയ 2:18, പുറപ്പാട് 14:14, ഞാനും 16-12 വ്യർത്ഥ ഭാഷണത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞത്. ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ജെറമിയ 17:14 ഒരു വചനം ഇങ്ങനെ വരികയുണ്ടായി. മാലാഖമാരോട് പ്രാർത്ഥിക്കുന്ന ഒരു ചിന്ത പങ്കുവച്ചു. പിന്നെ 4-ാമത്തെ ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ വചനങ്ങൾ തന്നെയായിരുന്നു. നീ അവരെ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, സകല മനുഷ്യരുടെ ദൈവമാണല്ലോ ഞാൻ, എനിക്ക് അസാധ്യമായിട്ട് എന്തുണ്ട്, കയ്യൊപ്പിലൂടെ ലഭിച്ച ആത്മാവിനെ ഉച്ചരിപ്പിക്കുക, സങ്കീർത്തനങ്ങളാൽ ഗാനാലാപനം ദൈവത്തെ സ്തുതിക്കുക, അപ്പോൾ നല്ലതും പ്രതീക്ഷനവുമായി നിങ്ങൾക്ക് മനസ്സിലാവും. സങ്കീർത്തനം 130-139, 1 ദിനവൃത്താന്തം 4:10, യാബസിൻ്റെ പ്രാർത്ഥനയും സംഖ്യ 9-8 തുടങ്ങിയ വചനങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഒരു പ്രവചനമായിട്ട് അങ്ങനെ അത് ശരിയായിട്ട് കിട്ടിയില്ലെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. പക്ഷെങ്കിലും കുറേ ഇങ്ങനെ ചിന്തകളിലൂടെയൊക്കെയാണ് വീണ്ടും ആ ഗ്രൂപ്പ് പോയത്.
ബ്രദർ രാവിലെ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ടൊരു ചിന്ത, നേരത്തെ പറഞ്ഞ പോലെ നമ്മെ വിശദീകരിക്കാൻ ദൈവം മുൻകൈയെടുക്കുന്നുള്ളൊരു കാര്യം എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. ഇനീസിയേഷൻ ഫ്രം ദ ഗോഡ്, അത് ഹൃദയ വിശുദ്ധീകരണമാണ് ദൈവം നമുക്ക് ആദ്യം നൽകുന്ന സമ്മാനം. പലപ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ, ഞാൻ വചനം നേരത്തെ പറഞ്ഞ പോലെ പ്രവചനവരം കിട്ടാനൊക്കെ അങ്ങനെ വചനത്തിന് വേണ്ടിയൊക്കെ ആഗ്രഹിച്ച് ഒരുപാട് വരങ്ങൾ വളർന്നൊക്കെ ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഈ ധ്യാനത്തിന് ഒരുങ്ങിയൊക്കെ വന്നത്. അപ്പോൾ പലപ്പോഴും ഞാൻ അതിൻ്റെ ഒരു ആൻസർ ഇങ്ങനെ കിട്ടായിരുന്നു. നമ്മുടെ ഹൃദയം വിശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് ഈ വരങ്ങളിലൊക്കെ നമുക്ക് വളരാനായിട്ട് കഴിയുക എന്നുള്ളതും, പിന്നെ ആ ഒരു മാർവലസ് എക്സ്ചേഞ്ചിൻ്റെ കാര്യം, വണ്ടർഫുൾ മാർവലസ് എക്സ്ചേഞ്ച് എന്നുള്ള പോയിന്റ് ഭയങ്കരമായിട്ട് തന്നെ രാവിലത്തെ ക്ലാസ്സിൽ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. പ്രൈസ് ഗോഡ്. അടുത്ത ഗ്രൂപ്പ് എത്രാമത്തെ ഗ്രൂപ്പ് അത്? ഹാപ്പി ഫീസ്റ്റ്. താങ്ക് യു. ഞങ്ങൾ ഗ്രൂപ്പിൽ 5 പേരായിരുന്നു. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഗ്രൂപ്പിൽ. ഒരു പുരുഷനായിട്ട് ബാക്കിയുള്ള 4-10 സ്ത്രീകളായിരുന്നു. അപ്പോൾ അതിൽ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ജപമാല മണികൾ തിളങ്ങുന്ന ഒരുപാട് ജപമാല മണികൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു ദർശനം ഒരാൾ കാണുകയുണ്ടായി. അപ്പോൾ ആ പ്രാർത്ഥിച്ച വ്യക്തിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ആള് വിശുദ്ധ കുർബാനയ്ക്ക് രാവിലെ പോകുന്നതിന് മുമ്പായിട്ട് 9 ജപമാല ചൊല്ലിയിട്ടോ ആണ്. അതുപോലെ ദേവാലയത്തിൽ വളരെ നേരത്തെ 5:30 ആകുമ്പോൾ മറ്റേ പള്ളി തുറക്കുന്ന സഹോദരിയാണ്. അപ്പോൾ ധാരാളം ജപമാല ചൊല്ലുന്ന ഒരു വ്യക്തിയായിരുന്നു അത്. അപ്പോൾ ആ കണ്ട ദർശനത്തിന് അതൊരു കൺഫർമേഷനായിരുന്നു അത്. പിന്നെ കിട്ടിയ ഒരു പ്രവചനത്തിൻ്റെ ഒരു വ്യാഖ്യാനം കിട്ടിയത് മറുഭാഷയിലാണ് വ്യാഖ്യാനം വന്നത്. പക്ഷേ അതിന് മറുഭാഷയിലാണ് പ്രവചിച്ചത്. അതിൻ്റെ വ്യാഖ്യാനം ഞാൻ നിൻ്റേതാണ് ആയിരുന്നു അതിൻ്റെ വ്യാഖ്യാനം. അതുപോലെ വീണ്ടും ഒരു പ്രവചനത്തിൻ്റെ വ്യാഖ്യാനം നീ എൻ്റെ ഉള്ളം കയ്യിലാണ്, പിന്നെ വേദനിക്കുന്ന അനേകർക്ക് നീ സമാധാനം നൽകുന്നു, നീ നടക്കേണ്ട വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും. അങ്ങനെ ഉള്ള വ്യാഖ്യാനങ്ങളാണ് ലഭിച്ചത്. അടുത്ത വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ പ്രവചനങ്ങൾ ഓരോ ചെറിയ പാപത്തിൽ നിന്ന് നിന്നെ ഞാൻ വിശുദ്ധീകരിക്കും, നീ എൻ്റെ ഹൃദയത്തിലെ മുറിവിനുള്ളിലാണ്, വരാൻ പോകുന്ന സ്ഥാനത്തെ ഓർത്ത് പേടിക്കേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും, ഒരിക്കലും വിട്ടുപിരിയുകയില്ല. അതുപോലെ ഈശോയെ നിന്നെ ഞാൻ ഒരിക്കലും വിട്ടുപിരിയുകയില്ല എന്ന് കൂടെ പറയാനായിട്ടുള്ള പ്രവചനം ലഭിച്ചു. പിന്നെ അടുത്ത വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള ആ വ്യക്തിയുടെ പ്രാർത്ഥന, അമേരിക്കയ്ക്ക് വേണ്ടിയുള്ള നിൻ്റെ പ്രാർത്ഥന ഞാൻ കേൾക്കും. ഈശോയെ ഞാൻ സ്നേഹിക്കുന്നു, നിൻ്റെ പാപങ്ങൾ കടലിൻ്റെ ആഴത്തിലേക്ക് ഞാൻ എറിയും, ഞാനാണ് നിൻ്റെ ബോസ്, ഞാനാകുന്ന വഴിയിലൂടെ നീ നടക്കുക, ഞാൻ നിന്നെ എൻ്റെ മഹത്വമാക്കി മാറ്റും, എന്നോടുള്ള നിൻ്റെ സ്നേഹം ഇപ്പോൾ കുറഞ്ഞു പോയിട്ടുണ്ട്, അനുഭവിച്ചില്ലെങ്കിലും നിനക്ക് താങ്ങാനാവാത്ത വേദന ഉണ്ടാകും. പക്ഷെ ആ വ്യക്തി ഭയങ്കര പ്രകാശത്തിലാണ്. കർത്താവിൻ്റെ കരം ഇങ്ങനെ ആ വ്യക്തിയുടെ മേൽ അനുഗ്രഹത്തിൻ്റെ കരം നിൽക്കുന്നതായിട്ടുള്ള ദർശനം ലഭിക്കുകയുണ്ടായി. അടുത്ത വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ നിന്നെ ഒരിക്കലും കൈവിടില്ല. പിന്നെ ഒരു പ്രവചനത്തിന് വ്യാഖ്യാനമായിട്ട് ലഭിച്ചത് ഞാൻ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്നുള്ള അതാണ് വ്യാഖ്യാനം പ്രവചനത്തിന് ലഭിച്ചത്. ഞാനാണ് നിൻ്റെ ജീവിതത്തിൻ്റെ സൂര്യൻ, മറ്റേ കരണം കൂടി കാണിക്കാൻ ഒരുങ്ങിക്കൂ എന്നുള്ള ഒരു പ്രവചനം. ഞാൻ നിന്നെ കാത്തിരിക്കുന്ന നീ കാണുന്നില്ല, നീ എൻ്റെ മുഖത്ത് നോക്കിയിരിക്കാൻ ഞാൻ കൊതിക്കുന്നു, എൻ്റെ സഭയെ ഓർത്ത് നീ സങ്കടപ്പെടേണ്ട, സഭയ്ക്കൊന്നും സംഭവിക്കുകയില്ല എന്ന പ്രവചനം ഉണ്ടായിരുന്നു. ഞാൻ കൈനീട്ടാൻ നീ മുകളിലേക്ക് കയറി വരാവോ. പിന്നെ മിഷൻ ആയിട്ട് ബന്ധപ്പെട്ട ചില പ്രവചനങ്ങളും ദർശനങ്ങളും ഇവിടെ കുറേ സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനുള്ള ദർശനം ഒരാൾക്ക് ലഭിക്കുകയുണ്ടായി. പിന്നെ തോമസ് ലീഹായുടെ
കാര്യം തോമസ് ലീഹയുടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. തോമസ് ലീഹയുടെ പറഞ്ഞത് വളരെ ശരിയാണ്. ഞാൻ തോമസ് ലീഹയോട് ഒത്തിരി ഞാനും വൈഫ് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കാരണം തോമസ് ലീഹ വഴിയാണല്ലോ നമുക്ക് ഇവിടെ ആ വിശ്വാസം കൈമാറ്റി നമുക്ക് ഭാരതത്തിൽ ലഭിച്ചത്. അപ്പോൾ തോമസ് ലീഹ പക്ഷേ വേണ്ടത്രൊരു പ്രാധാന്യം ഞങ്ങൾ പേഴ്സണലായിട്ട് പറയുന്നതാണ്, കിട്ടുന്നില്ല. മറ്റു വിശുദ്ധർക്കൊക്കെ ഒരുപാട് നമ്മൾ പ്രാർത്ഥിക്കുകയും തോമസ് ലീഹയുടെ പേരിൽ പള്ളികളും കുറവാണെന്ന് തോന്നുന്നു, ദേവാലയങ്ങളും കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ തോമസ് ലീഹായ്ക്ക് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. തോമസ് ലീഹായുടെ കാര്യം ഞങ്ങൾ ഇടയ്ക്ക് പറയുകയും അപ്പോൾ അത് എനിക്ക് കിട്ടിയ ആ ഒരു പ്രവചനം എന്നെ കൂടുതൽ കൺഫർമേഷൻ ആയിട്ട് തോന്നി. അടുത്ത വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ വ്യക്തിയുടെ കൂടെ സഹായത്തിന് ഒരുപാട് വിശുദ്ധരെ അയച്ചിട്ട് വിശുദ്ധരുടെ കൂടെയുണ്ട്. നിൻ്റെ മുഖം എൻ്റെ കണ്ണ് എൻ്റെ മുഖത്തൊന്നും മാറ്റരുത്, പിന്നെ നിൻ്റെ മറ്റ് ജീവിതത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കർത്താവ് എടുത്തു മാറ്റും എന്നുള്ള പ്രവചനം. ഇത്രയും പ്രവചനങ്ങളാണ് ഞങ്ങളുടെ ലഭിച്ചത്. താങ്ക് യു. അടുത്ത ഇനി ആരെങ്കിലും? ഓക്കെ, കഴിഞ്ഞോ? യെസ് പ്ലീസ് കം. എന്നെ ഇങ്ങനെ വെള്ളം കുടിപ്പിച്ചേക്കണേ. എൻ്റെ പ്രശ്നം അതാണ്, വെള്ളം കുടിക്കില്ല എന്നുള്ളതാണ്. യെസ് സ്റ്റാർട്ട്. ഒന്ന് പൊക്കി പറഞ്ഞു. ഞങ്ങളുടെ 6ാമത്തെ ഗ്രൂപ്പായിരുന്നു, 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള ഗ്രൂപ്പുകാർ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഗ്രൂപ്പ് സെഷൻ കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് കിട്ടിയ മെസ്സേജ് പ്രവചനമായിട്ടാണോ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ അവതരിപ്പിക്കേണ്ടത് കൺഫ്യൂഷൻ ഞങ്ങൾ അവസാനം ചർച്ച ചെയ്തു. അതിൻ്റെ വിളിച്ചിട്ട് കിട്ടിയ മെസ്സേജുകളും അല്ലെങ്കിൽ തോന്നലുകളെല്ലാം ഒരു പ്രവചനമായിട്ട് ഞങ്ങളങ്ങനെ അവതരിപ്പിക്കുകയാണ് എന്നതായിട്ട്. ആദ്യത്തെ കോമണായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് ആരംഭിച്ചപ്പോൾ ഒരു വ്യക്തിക്ക്, ഗ്രൂപ്പിലെ വ്യക്തിക്ക് ചങ്ങലകൾ അഴിഞ്ഞു വീടുന്നതായിട്ടുള്ളൊരു മെസ്സേജാണ് കിട്ടിയത്. അത് ഗ്രൂപ്പിൽ മൊത്തത്തിൽ നമ്മൾ ഈ ധ്യാന ഗ്രൂപ്പിൽ എല്ലാവർക്കും അല്ലെങ്കിൽ ഇതിനു വേണ്ടിയുള്ളൊരു മെസ്സേജാണ് പുള്ളി പറഞ്ഞത്. ആദ്യത്തെ പുള്ളിയുടെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നായിരുന്നു, അത് ഞങ്ങൾ ഷെയർ ചെയ്തു. പിന്നെ ചിലർക്ക് ചില മെസ്സേജുകൾ, വീടുകൾ അല്ലെങ്കിൽ ചില ദർശനങ്ങളായിട്ട് കാണിച്ചു കൊടുത്തു വെച്ച് ആദ്യത്തെ ആൾക്ക് വേണ്ടി ആ ഒരു വ്യക്തിയോട് പ്രവചനമായിട്ട് വന്ന ആദ്യത്തെ ആളോട് ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോകുന്നു എന്നൊരു ദർശനം ഒരു പ്രവചനമായിട്ട് ഞങ്ങൾ കണ്ടത് അവതരിപ്പിക്കുന്നു. യെസ്, അത് അങ്ങനെ പ്രവചനമായി പ്രവചിച്ചിരിക്കുന്നു. പിന്നെ ആ ബ്രദർ പുള്ളിയുടെ അത് മെസ്സേജാണ്, പുള്ളിയുടെ ജനിച്ച വീട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു പോകുന്നത് ഒരു പ്രവചനമായിട്ട് കാണുന്നില്ല, ഇതിനകത്ത് പറയുന്നില്ല. പിന്നെ അങ്ങനെയാണ് ആ വ്യക്തിയെ പറ്റി ആദ്യ വ്യക്തിയെ കിട്ടിയില്ലാത്തതുകൊണ്ട് പ്രവചനമായിട്ടുള്ള സെക്ഷൻ അത്രയൊക്കെ ഉള്ളൂ ആദ്യത്തെ വ്യക്തിയെ കിട്ടിയത്. രണ്ടാമത്തെ വ്യക്തിയെ പറ്റി വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പൈശാചിക ശക്തികളുടെ മേൽ ആധിപത്യം ലഭിക്കുന്നു എന്നുള്ളൊരു പ്രവചനം ലഭിച്ചിട്ടുണ്ട്. പിന്നെ ആത്മീയ വളർച്ച തടസ്സപ്പെടുന്ന മേഖലയെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വിഷൻസൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പുള്ളിയോട് പേഴ്സണലായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു കൊടുത്തത്. മൂന്നാമത്തെ വ്യക്തിയോട് പറഞ്ഞപ്പോൾ, വ്യക്തിയെപ്പറ്റി പ്രാർത്ഥിച്ചപ്പോൾ പുള്ളി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. മനുഷ്യൻ്റെ മുന്നിൽ അവഹേളനങ്ങൾ ഭയപ്പെടരുത് എന്ന് പുള്ളിയുടെ ഒരു പ്രവചനമായിട്ടാണോ ഇങ്ങനെയെന്നറിയില്ല, അതുകൊണ്ട് പുള്ളിയുടെ അനുഭവപറ്റിയായിട്ട് പറഞ്ഞു. പുള്ളിക്ക് അങ്ങനെ അവസ്ഥയിലൂടെയാണ് പുള്ളി കടന്നു പോകുന്നത്. പിന്നെ പുള്ളിയുടെ ശുശ്രൂഷാ മേഖലയിൽ ധൈര്യപൂർവ്വം മുന്നോട്ട് നീങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അതിനെ ഒരുക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രവചനം പുള്ളിക്ക് വേണ്ടി ലഭിച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു, മെസ്സേജായിട്ടാണോ പ്രവചനമായിട്ടാണോ എന്നെനിക്കറിയില്ല. ഗാനങ്ങൾ എഴുതണമെന്നോ പിന്നെ അത് ട്യൂൺ ചെയ്യണമെന്നോ അങ്ങനെയൊക്കെയുള്ളൊരു മെസ്സേജ് പ്രവചനമായിട്ടാണോ, പിന്നെ ഈ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങണം എന്നൊരു ബ്ലെസ്സിങ് ലഭിക്കുന്നതായിട്ടുള്ളൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്.
പിന്നെ ഈ പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ തമ്പുരാന്റെ മുന്നിൽ എത്തിയിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ശുശ്രൂഷയിൽ ഭയം കൂടാതെ എനിക്ക് ഏറ്റവും പ്രശ്നമുള്ളത് ഇത് തന്നെയാണ്, ഭയമാണ് മുന്നേയുള്ളത്. അതിനെ അതിജീവിക്കാൻ വേണ്ടി നിങ്ങളത് പ്രാർത്ഥിക്കണം. അതാണ് എൻ്റെ ശുശ്രൂഷ മേഖലയിലുള്ള ഒരു തടസ്സമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ അതിപ്പോൾ ഇങ്ങനെയും പറയാനുള്ള അവസരം കിട്ടിയത് ദൈവത്തിന് നന്ദി പറയുന്നു. ഇത്ര കാര്യങ്ങളാണ് പാട്ട് ഒരു വരി പാടുന്ന ഒരു വരി പാട്ട് ഞാൻ പുറകെയൊന്നും പോണില്ല. ബ്രദറിന് ഈ വചനം ഈശോ കാണിച്ചു തന്നത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയണ്ടല്ലോ, ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടി. അപ്പൊ ഈ വചനമാണ് ഞാൻ വെറുതെ ഒരു വാക്കെന്റെ മനസ്സിൽ വന്നപ്പോ പറഞ്ഞാണ്. അത് കഴിഞ്ഞാണ് ബ്രദർ ഇവിടെ പ്രഘോഷിക്കപ്പെടുകയും ചെയ്തു. അവ പാലിക്കുന്നവന് വലിയ സമ്മാനം ലഭിക്കും. അതെങ്ങനെയാണ്? 19-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം. അവ പൊന്നിനെയും തങ്കത്തെയും കാൾ അഭികാമ്യമാണ്, അവ തേനിനെയും തേൻകട്ടയും കാൾ മധുരമാണ്. അവ തന്നെയാണ് ഈ ദാസനെ പ്രബോധിപ്പിക്കുന്നത്. അവ പാലിക്കുന്നതിന് വലിയ സമ്മാനം ലഭിക്കും. അപ്പൊ ഈ സെന്റ് തോമസ് ഡേ ആയിട്ട് വചനമാണ് സ്വർഗം വെളിപ്പെടുത്തി. നിങ്ങൾ എന്താ വിചാരിച്ചേക്കണേ? എനിക്ക് കർത്താവിനെ തന്നെയല്ലേ തന്നേക്കണത്, മനസ്സിലായോ? കർത്താവിൻ്റെ സമ്മാനമാണോ കർത്താവ് തന്നെയാണോ? എന്താ വലുത്? ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമ്മളിപ്പോൾ ഉടനെ സോറി ഇതൊന്ന് കട്ട് ചെയ്ത് രണ്ടാമത്